الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. آمين رب العالمين. പ്രിയപ്പെട്ട വിശ്വാസികൾ, الإمام العلامة أبو بكر محمد بن الحسين بن عبد الله الآجوري رحمه الله യുടെ فضل قيام الليل وتهجد എന്ന റിസാലയാണ് കഴിഞ്ഞ ദർസിൽ നാം ആരംഭിച്ചത്. അപ്പോൾ അതിൻ്റെ ആമുഖമായി കൊണ്ട് ആജൂരി റഹിമഹുല്ലാഹ് ഖിയാമുൽ ലൈലിന്റെ പ്രാധാന്യവും അതുമായി ബന്ധപ്പെട്ട ചില ആയത്തുകളും പരാമർശിക്കുകയുണ്ടായി. ഇനി അദ്ദേഹം ഈ റിസാലയിൽ ഖിയാമുൽ ലൈലുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഹദീസുകളും അതുപോലെ അസറുകളും ആദ്യത്തെ ബാബിൽ കൊടുക്കുന്നുണ്ട്. 2-3 ബാബുകളുണ്ട്. അടുത്ത ബാബുകളിൽ ഖിയാമുൽ ലൈൽ നിയ്യത്ത് വെച്ച് രോഗമോ മറ്റു കാരണങ്ങളാൽ അത് നഷ്ടപ്പെട്ടവനുള്ള പ്രതിഫലം, അതുപോലെ ഖിയാമുൽ ലൈൽ എഴുന്നേൽക്കുമ്പോൾ ഒരാൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, രാത്രിസ്കാരത്തിന്റെ സമയപരിധി അത് എത്രത്തോളമാണ്, അത് ഏതൊക്കെ റിവായത്തുകൾ ആ വിഷയത്തിൽ വന്നിട്ടുണ്ട് എന്നെല്ലാമാണ് ചർച്ച ചെയ്യുന്നത്. ഇതിൽ ധാരാളം ലഈഫായ അസറുകളും ഹദീസുകളും വന്നിട്ടുണ്ട്. അത് ഒഴിവാക്കിയിട്ടാണ് നമ്മൾ വായിക്കുന്നത്. പിന്നെ ചില റിവായത്തുകളിൽ, ഇതിൽ കൊടുത്ത റിവായത്തുകളിൽ ളഅഫ് ഉണ്ടെങ്കിലും അത് അതേ ഹദീസുകൾ മറ്റുള്ള റിവായത്തുകളിൽ സ്വഹീഹായി വന്നതിനെ ശവാഹിദുകൾ എന്ന് പറയും. അങ്ങനെയുള്ളതും നമ്മൾ വായിക്കും ഇൻഷാ അല്ലാഹ്. അപ്പൊ ഇതിൽ അടുത്തത് കൊടുക്കുന്ന അസർ, ഈ കിതാബിന്റെ കൊടുക്കുന്ന ഹദീസുകളും അസറുകളും ഇമാം ആജൂരി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന് ലഭിച്ച സനദോട് കൂടിയാണ് അദ്ദേഹം കൊടുത്തിട്ടുള്ളത്. അപ്പൊ ആ രീതിയിൽ തന്നെ നമ്മൾ വായിക്കുക. الآجري رحمه الله قال: حدثنا أبو محمد يحيى بن محمد بن ساعد قال حدثنا الحسين بن الحسن المروزي قال حدثنا عبد الله بن المبارك قال أخبرنا مبارك بن فضالة عن الحسن في قول الله عز وجل. حسن البصري رحمه الله നിന്ന് ഉദ്ധരിച്ചിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ സൂറത്തു ദാരിയാത്തിലെ 17-ാമത്തെ ആയത്തിൽ പറഞ്ഞിട്ടുള്ള കാനു ഖലീലൻ മിനൽ ലൈലി മാ യഹ്ജഊൻ, അവർ രാത്രിയിൽ കുറച്ചു മാത്രം ഉറങ്ങുന്നവരാണ്. മുഹ്സിനീങ്ങളുടെ കാര്യം പറയുന്നിടത്ത്, മുഅ്മിനീങ്ങളുടെ കാര്യം പറയുന്നിടത്തെല്ലാം അല്ലാഹു തആല പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഖാല ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് പറഞ്ഞു, ഖലീലുൻ മിനൽ ലൈലി മാ യനാമൂൻ, അവർ രാത്രിയിൽ കുറച്ചു മാത്രമേ ഉറങ്ങാറുള്ളൂ. വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ, സുഹൂറിന്റെ സമയത്ത് അവർ ഇസ്തിഗ്ഫാർ നടത്തുന്നവരായിരിക്കും. സുഹൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫജ്റിനോട് അടുത്തിട്ടുള്ള രാത്രിയുടെ അവസാനത്തെ സമയത്തെയാണ് പറയുന്നത്. ആ സമയത്ത് അവർ ഇസ്തിഗ്ഫാർ നടത്തുന്നവരായിരിക്കും. അതിനെപ്പറ്റി ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് പറഞ്ഞു, ഖാല മദ്ദു അസ്സലാത ഇലൽ അസ്ഹാരി ثم اخذوا في الاسحار بالاستغفار, അവർ ഈ സഹൂർ വരെ അവരെന്ത് ചെയ്യും, രാത്രി നിസ്കാരം ദീർഘിപ്പിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ആ സമയമായി കഴിഞ്ഞാൽ അവർ നിസ്കാരം നിർത്തി, അല്ലെങ്കിൽ നിസ്കാരത്തിന്റെ അവസാനിപ്പിച്ച് പിന്നെ അവർ ഇസ്തിഗ്ഫാറിൽ മുഴുകുന്ന ആളുകളായിട്ട് മാറും. അപ്പൊ ഈ ആയത്തിനെ അദ്ദേഹം വിശദീകരിച്ചതാണ്. അപ്പോ രാത്രി നിസ്കാരവുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, രാത്രി നിസ്കാരത്തിൽ നമ്മൾ മുഹ്സിനീങ്ങളുടെയും അതുപോലെ മുഅ്മിനീങ്ങളുടെയും എല്ലാം അടയാളമായിട്ട്, നാളെ സ്വർഗാവകാശികളുടെ ലക്ഷണമായിട്ടെല്ലാം ധാരാളം ഖുർആനിൽ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ള കാര്യമാണ് കാനു ഖലീലൻ മിനൽ ലൈലി മാ യഹ്ജഊൻ, അവർ കുറച്ചു മാത്രമേ ഉറങ്ങാറുള്ളൂ. ബാക്കിയുള്ള സമയം അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്റിലും അതുപോലെ നിസ്കാരത്തിലെ ഖുർആൻ പാരായണത്തിലും അതുപോലെയുള്ള ഇബാദത്തുകൾ മുഴുകിയ ആളുകളായിരിക്കും. നമുക്കറിയാം, ഉറക്കം നമുക്ക് ഓരോരുത്തർക്കും ആവശ്യമുള്ള ഒരു കാര്യമാണ്. മനുഷ്യന്റെ വിശ്രമം എന്നുള്ളത് മനുഷ്യന് ആവശ്യമുള്ള കാര്യമാണ്. പക്ഷേ അത് എത്രത്തോളമാണ് ആവശ്യം,
അത് ഓരോ വ്യക്തികൾക്കും വ്യത്യാസമായിരിക്കും. അവരുടെ ജോലി, അവരുടെ ജീവിത രീതികൾ, ഇതൊക്കെ സംബന്ധിച്ചിരിക്കും ആ കാര്യങ്ങൾ. അവരുടെ ശരീരപ്രകൃതി, ഇതൊക്കെ അതിനെ സ്വാധീനിക്കുന്ന കാര്യമാണ്. പക്ഷേ മുഅ്മിനീങ്ങൾ എന്നുള്ള നിലക്ക്, ഇഹ്സാനിൽ എത്തിച്ചേരണമെന്ന് ആഗ്രഹിക്കുന്നവർ എന്ന നിലക്ക് നാം അതിനെ ഒരു കൃത്യമായി നമ്മുടെ സ്വന്തത്തെ നമ്മൾ പരിശോധിക്കണം. എത്രയാണ് നമുക്ക് ഉറക്കം ആവശ്യം, അല്ലെങ്കിൽ എത്രയാണ് നമുക്ക് അള്ളാഹുവിന്റെ ഇബാദത്തിൽ മുഴുകാൻ സാധിക്കുക. പ്രത്യേകിച്ച് രാത്രി നിസ്കാരം എല്ലാം വളരെ ഇജ്തിഹാദോടു കൂടി മാത്രമാണ് നമുക്ക് നിർവഹിക്കാൻ സാധിക്കുള്ളൂ. സൽഫുകൾപ്പെട്ട സാബിത്ത് അൽ ബുന്നാനി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നുണ്ട്, 20 വർഷം ഞാൻ രാത്രി നിസ്കരിച്ചത് ഉറക്കം തൂങ്ങുന്ന അവസ്ഥയിലാണ്. 20 വർഷം ഞാൻ രാത്രി നിസ്കരിച്ചത് വളരെ കഷ്ടപ്പെട്ട് എഴുന്നേറ്റ് നിസ്കരിക്കുമ്പോൾ ഉറക്കം തൂങ്ങി, പിന്നെ അത്ര വലിയൊരു ശ്രദ്ധയില്ലാതെ ആ ഒരു ബുദ്ധിമുട്ടിയിട്ടൊക്കെയാണ് നിസ്കരിച്ചത്. എന്നിട്ട് അദ്ദേഹം പറയാം, പിന്നെയുള്ള 10 വർഷം ഞാനത് ആസ്വദിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. ഞാനത് ആസ്വദിച്ചിട്ടാണ് രാത്രി നിസ്കരിച്ചത്. നഫ്സിനെ നന്നായി പരിശീലിപ്പിച്ചെടുത്താൽ മാത്രമാണ് നമുക്ക് രാത്രി നിസ്കാരത്തെ ഏറ്റവും നല്ല രീതിയിൽ നിലനിർത്താൻ സാധിക്കുള്ളൂ. എപ്പോഴെങ്കിലും ഒരു ദിവസം നിസ്കരിക്കൽ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. എപ്പോഴെങ്കിലും ഒരു ദിവസം നിസ്കരിക്കുക, അല്ലെങ്കിൽ ഇടക്കൊന്ന് നിസ്കരിക്കുക, അത് വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാവില്ല. പക്ഷേ സ്ഥിരമായി നിസ്കരിക്കുക എന്നുള്ളത് വളരെ ഇജ്തിഹാദ് ആവശ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ മുഹ്സിനീങ്ങളുടെ ലക്ഷണമാണ് രാത്രിയിൽ അവരുടെ ക്ഷീണം മാറാനുള്ള ആ അവസ്ഥയിൽ അവർ ഉറങ്ങും. ബാക്കിയുള്ള സമയം അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്റിലും നിസ്കാരത്തിലും ഖുർആൻ പാരായണത്തിലും സുജൂദിലും ദുആയിലുമായിട്ട് അവർ ചെലവഴിക്കും. എന്നിട്ട് വബിൽ അസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ, അസ്ഹാറിന്റെ സമയത്ത് അഥവാ അവസാന സമയമാവുമ്പോൾ അവർ ഇസ്തിഗ്ഫാറിൽ മുഴുകുന്ന ആളുകളായിരിക്കും. സഹാബികളുടെ രീതിയായിരുന്നു. ഇബ്നു ഉമർ റളിയല്ലാഹുവിനെ കുറിച്ച് അവിടുത്തെ അദ്ദേഹത്തിന്റെ മൗല പറയുന്നത് കാണാം. സുഹൂറിന്റെ സമയമായി കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യുമായിരുന്നു? പിന്നെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിസ്കാരം അവസാനിപ്പിച്ച് പിന്നീട് ഇസ്തിഗ്ഫാറിൽ മുഴുകുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. ഇസ്തിഗ്ഫാറിൽ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാറിന്റെ വ്യത്യസ്ത ദുആകളിൽ ലഫ്ളുകളിൽ ആ സമയം മുഴുകും. അപ്പൊ ഇസ്തിഗ്ഫാർ ചെയ്യുക എന്ന് പറഞ്ഞാല് പൊതുവെ ആളുകൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും ആ സമയത്ത് ഏറ്റവും കൂടുതൽ ദുആ ചെയ്യണം എന്നാണ്. ദുആ ചെയ്യണം, അതിനു മുമ്പുള്ള സമയത്തൊക്കെ ദുആ ചെയ്യാം. പക്ഷെ ഓരോ സമയത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. ഉദാഹരണം പറഞ്ഞാല് ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടയിൽ ഏറ്റവും അഫ്ളൽ എന്താണ്? ദുആ ആണ്. എന്നാൽ ഖുർആൻ പാരായണം ഒരാൾ ചെയ്തു, അത് തെറ്റൊന്നല്ല. പക്ഷേ ആ സമയത്ത് ഖുർആൻ പാരായണവും ദുആവും വെച്ച് നോക്കുമ്പോൾ അവിടെ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് ഏതിനാണ്? ദുആയിനാണ്. അതുപോലെ ഓരോ സമയത്തിന് അവിടെ യോജിച്ച ഇബാദത്തുകളുണ്ട്. അപ്പോ ഈ സഹൂറിന്റെ സമയത്ത് നമ്മൾ ഇസ്തിഗ്ഫാർ ചെയ്യുന്നത്, ഇനിയിപ്പോ രാത്രി നിസ്കരിക്കാൻ ഒരാൾക്ക് പറ്റുന്നില്ല, എഴുന്നേൽക്കാൻ പറ്റുന്നില്ല, അയാൾ ആ സമയത്ത് അയാൾ എഴുന്നേറ്റ്, അതായത് ഒരു ബോധം വന്നിട്ട് കട്ടിൽ കിടക്കുകയാണെങ്കിലും അത് എന്ത് ചെയ്യട്ടെ? ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കട്ടെ, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ് എന്താ? മൻ തആറ മിനൽ ലൈൽ, ആരെങ്കിലും രാത്രി വുളുവൊക്കെ എടുത്ത് നല്ല രീതിയിൽ ഉറങ്ങിയിട്ട് ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുകയാണ്, അവന് ബോധം വരികയാണ്. ആ സമയത്ത് അവൻ പറയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്ക് വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ വൽഹംദുലില്ലാഹ് വസുബ്ഹാനല്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. എന്നിട്ട് അല്ലാഹുമ്മ ഗ്ഫിർലി എന്നോ അസ്തഗ്ഫിറുല്ലാഹ്, ഈ ദിക്റുകൾ പറഞ്ഞിട്ട് അല്ലാഹുമ്മ ഗ്ഫിർലി അസ്തഗ്ഫിറുല്ലാഹ്, പിന്നെ അവൻ എന്താണോ ദുആ ചെയ്യുന്നത് അത് അല്ലാഹു സ്വീകരിക്കുന്നതാണ്. ഇനി അവൻ എഴുന്നേറ്റ് നിസ്കരിച്ചു കഴിഞ്ഞാൽ ഖുബിലത്തിസ് സ്വലാഹ്, അവന്റെ നിസ്കാരം സ്വീകരിക്കപ്പെടും. അപ്പോ ആ നിസ്കാരം പോട്ടെ, ബാക്കിയുള്ള കാര്യങ്ങൾ തന്നെ ഒരാൾക്ക് ബോധം വരുമ്പോ എഴുന്നേറ്റിട്ട് കിടക്കുന്ന എഴുന്നേൽക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ടാവുന്ന ആളുകളുണ്ടാവും. ആ സമയത്ത് അവർക്ക് എന്ത് ചെയ്യാം? നാവ് കൊണ്ട് ഇസ്തിഗ്ഫാറിൽ മുഴുകാവുന്നതാണ്. അപ്പോ മുഹ്സിനീങ്ങളുടെ ലക്ഷണമാണ് അവർ രാത്രിയിൽ അവർക്ക് ആവശ്യമായ ഉറക്കം മാത്രം ഉറങ്ങി ബാക്കിയുള്ള സമയം അള്ളാഹുവിനുള്ള ഇബാദത്തുകളിൽ മുഴുകുന്നവരായിരിക്കും. അതുപോലെ തന്നെ രാത്രിയുടെ അവസാനത്തിൽ ഇസ്തിഗ്ഫാറുകൾ വർദ്ധിപ്പിക്കുന്ന ആളുകളായിരിക്കും. قال محمد بن الحسين الآجري رحمه الله, അദ്ദേഹം പറയാണ്, وقد روي عن النبي صلى الله عليه وسلم في الحث على قيام الليل ورغب فيه أمته. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് രാത്രി നിസ്കാരത്തിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ആ ഉമ്മത്തിനെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിനെ അതിലേക്ക് കൂടുതൽ താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഹദീസുകൾ പലതും വന്നിട്ടുണ്ട്. واخبر انه لا صلاه بعد صلاه الفريضه افضل من قيام الليل. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു, ഫർള് നിസ്കാരത്തിന് ശേഷം വേറെ ഒരു നിസ്കാരവുമില്ല ഖിയാമുൽ ലൈലിനേക്കാൾ അഫ്ളലായിട്ട്. ഫർള് നിസ്കാരമായ
5 വഖ്ത് നിസ്കാരത്തിന് ശേഷം ഏറ്റവും അഫ്ളലായിട്ടുള്ള രാത്രി നിസ്കാരമാണ്. അതുകൊണ്ട് തന്നെ ചില ഉലമാക്കൾ അതിന്റെ പ്രാധാന്യം അറിയിക്കാൻ പറഞ്ഞത് കാണാം, 6ാമത്തെ ഫർള് നിസ്കാരമാണ് രാത്രി നിസ്കാരം, അല്ലെങ്കിൽ തഹജ്ജുദോ ഖിയാമുൽ ലൈലോ 6ാമത്തെ ഫർള് നിസ്കാരമാണ് എന്ന നിലയ്ക്ക് സൂചിപ്പിച്ചേ കാണാം. അതിന്റെ അത്രയും ഫضل അറിയിക്കാൻ വേണ്ടിയിട്ട് ആ വിഷയത്തിൽ വന്ന ഹദീസുകൾ അദ്ദേഹം കൊടുക്കുകയാണ്. قال حدثنا ابو جعفر احمد بن يحيى الحلواني قال حدثنا يحيى بن عبد الحميد الحماني قال حدثنا ابو عوانة عن عبد الملك بن عمير عن محمد بن المنتشر عن حميد بن عبد الرحمن عن ابي هريرة عن النبي صلى الله عليه وسلم. قال الحلواني وحدثنا الحماني قال حدثنا أبو عوانة عن أبي بشر عن حميد بن عبد الرحمن عن أبي هريرة عن النبي صلى الله عليه وسلم قال أبو هريرة رضي الله عنه درجة الله حديث أفضل الصلاة بعد الصلاة المفروضة صلاة الليل. حديث وركان ഫർളായ നിസ്കാരത്തിന് ശേഷമുള്ള ഏറ്റവും അഫ്ളലായിട്ടുള്ള നിസ്കാരം രാത്രി നിസ്കാരമാണ്. ഈ ഹദീസ് കേൾക്കുമ്പോൾ 2 ഫായിദകളാണ് നമുക്കുണ്ട്. ഒന്ന്, ഫർള് നിസ്കാരത്തിന്റെ പ്രാധാന്യവും അതിന്റെ ശ്രേഷ്ഠതയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. രാത്രി നിസ്കാരത്തിന്റെ ഫضലുകൾ നമ്മൾ കേൾക്കുമ്പോൾ തന്നെ അതിന്റെ എത്രത്തോളം മഹത്വമുള്ളതാണ്. യഥാർത്ഥത്തിൽ അത് നഫ്ലാണ്. ഒരാൾ രാത്രി നിസ്കരിച്ചില്ല എന്നുള്ളതുകൊണ്ട് അയാളുടെ മേലെ എന്തില്ല, ഒരു കുറ്റമില്ല, അയാളുടെ മേലെ ആരോപിക്കപ്പെടുന്ന കുറ്റം ഉണ്ടാവുന്നില്ല. അപ്പോ ഫർള് നിസ്കാരത്തിന്റെ പ്രാധാന്യം ഈ ഹദീസ് മനസ്സിലാക്കാൻ സാധിക്കും. 5 വഖ്ത് നിസ്കാരം, ആ ഫർള് നിസ്കാരം തന്നെ രാത്രി നിസ്കാരത്തിന് ഇത്രയും ശ്രേഷ്ഠതകൾ വന്നിട്ടുണ്ടെങ്കിൽ ഫർളിന് അതിനേക്കാൾ ശ്രേഷ്ഠതയുണ്ട്. അതുപോലെ തന്നെ രാത്രി നിസ്കാരം ഫർളിന് ശേഷമുള്ള ഏറ്റവും അഫ്ളലായിട്ടുള്ള ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള നിസ്കാരമാണ് എന്നും ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമുക്കത് നഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ വലിയൊരു നേട്ടമാണ് നമുക്ക് തടയപ്പെട്ടിട്ടുള്ളത്. ഞാൻ നഷ്ടപ്പെടുക എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിലെ സ്ഥിരതയാണ്. അതിലെ സ്ഥിരത നമുക്ക് ലഭിക്കുന്നില്ല എങ്കിൽ നമുക്ക് നഷ്ടപ്പെട്ടുള്ളത് വലിയൊരു നഷ്ടമാണ്. കാരണം നമ്മുടെ ആയുസ് നീങ്ങിപ്പോണം. ഒരു രാത്രി നമുക്ക് രാത്രി നിസ്കാരത്തിൽ അല്ലെങ്കിൽ രാത്രിയിൽ നിന്നൊന്നും അള്ളാഹുവിന് വേണ്ടി മാറ്റിവെക്കാൻ നമുക്ക് ലഭിച്ചിട്ടില്ല എങ്കിൽ ഒരിക്കലും തിരിച്ചു കിട്ടാത്തൊരു സമയമാണ് നമ്മുടെ ഈ കുറഞ്ഞ ആയുസ്സിൽ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത്. അടുത്തത് حدثنا أبو عبد الله أحمد بن الحسن عن عبد الجبار الصوفي قال حدثنا يحيى بن معين قال حدثنا عبد الله بن صالح عن معاوية بن صالح عن ربيعة بن يزيد عن أبي إدريس عن أبي أمامة قال رسول الله صلى الله عليه وسلم عليكم بقيام الليل. നിങ്ങൾ രാത്രി നിസ്കാരം നിർവഹിക്കുക. فإنه دأب الصالحين قبلكم. നിങ്ങളുടെ മുൻപുണ്ടായിരുന്ന സ്വാലിഹീങ്ങളുടെ ശീലമാണത്. സ്വാലിഹീങ്ങൾ എന്ന് പറഞ്ഞാൽ മുമ്പ് കഴിഞ്ഞ നബിമാരുടെയും മുൻ കഴിഞ്ഞ സമൂഹങ്ങളിൽ ഉണ്ടായിരുന്ന സ്വാലിഹീങ്ങളുടെയും ശീലമായിരുന്നു. വഖുർബത്തുൻ ഇലല്ലാഹി അസ്സ വജൽ. അല്ലാഹുവിലേക്കുള്ള സാമീപ്യമാണത്. അല്ലാഹുവിലേക്കുള്ള ഖുർബത്ത്. ചില ഹദീസിൽ വഖുർബത്തുൻ ഇലാ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിലേക്കുള്ള അടുപ്പമാണത്. വമഗ്ഫറത്തുൻ ലിസ്സയ്യിആത്ത്, നിങ്ങളുടെ പാപങ്ങൾ പുറത്തു കിട്ടുന്ന, അതിനെ മായ്ച്ചു കളയുന്നവയാണ്. വമബ്റഅത്തുൻ മിനൽ ഇസ്ം, പാപങ്ങളിൽ നമ്മളെ ഒഴിവാക്കിയെടുക്കുന്നതാണ്. ചില റിവായത്തിൽ മൻഹാത്തുൽ ഇസ്ം, പാപങ്ങളിൽ നമ്മളെ രക്ഷപ്പെടുത്തുന്ന, അതിനെ അവസാനിപ്പിക്കാൻ സഹായിക്കുന്ന കാര്യമാണ്. ഇതിൽ തന്നെ ഉണ്ട് മൻഹാത്തുൻ അനിൽ ഇസ്ം, പാപങ്ങളിൽ നമ്മെ തടയുന്ന കാര്യമാണ് രാത്രി നിസ്കാരം. ഈ ഹദീസ് രാത്രി നിസ്കാരത്തിന്റെ ബാബിൽ വളരെ ശ്രദ്ധിക്കേണ്ട, നമ്മൾ മനസ്സിലാക്കേണ്ട, ചിന്തിക്കേണ്ട ഹദീസാണ് ഈ റിവായത്ത്. ഇത് തുടങ്ങിയത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അലൈക്കും ബിഖിയാമിൽ ലൈൽ. അറബിയിൽ അങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ മുറുകെ പിടിക്കണം, നിങ്ങളത് ഒഴിവാക്കരുത്, നിങ്ങളത് നിർവഹിക്കണം. അത് പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് അലൈക്കും എന്നുള്ള വാക്ക് ഉപയോഗിച്ച് പറയുന്നത്. അപ്പൊ അത്ര ഗൗരവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിനെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. എന്നിട്ട് പറഞ്ഞു അതിന്റെ ഫضലുകളെ പറയുന്നിടത്ത് പറയാണ് ഫഇന്നഹു ദഅബുസ് സാലിഹീന ഖബ്ലകും, നിങ്ങൾ മുൻപുണ്ടായിരുന്ന സ്വാലിഹീങ്ങളുടെ ശീലമായിരുന്നു. നമ്മൾ ചരിത്രങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ, നബിമാരുടെ ചരിത്രം പരിശോധിച്ചാലും അല്ലെങ്കിൽ ആ നബിമാരുടെ മുൻകഴിഞ്ഞ ആ സമൂഹങ്ങളിൽ ജീവിച്ചിരുന്ന സ്വാലിഹീങ്ങളുടെ ചരിത്രം പരിശോധിച്ച് നോക്കിയാലും അവരെല്ലാം മുറുകെ പിടിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു രാത്രി നിസ്കാരം എന്നത്. ഇനി പോട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ദീന് പഠിച്ച നമ്മുടെ മുൻഗാമികൾ എന്ന് പറയുന്ന സലഫു സാലിഹീങ്ങളുടെ അവസ്ഥ എന്താണ്? ഒരുപാട് അസ്റുകളുണ്ട്, ചിലത് കാണാൻ സാധിക്കും. ഇബ്നു അബി സനാദ് അൻ അബീഹി,
അബിസ്സന അദ്ദേഹത്തിന് ഉപ്പയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു റിവായത്തിൽ പറഞ്ഞ അദ്ദേഹം പറയാണ് കുന്തു അഖ്റുജു മിനസ് സഹരി ഇലാ മസ്ജിദ് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹം പറയുന്നത് സഹാബികളുടെ കാലത്ത് ഞാൻ രാവിലെ സുഹൂറിന്റെ സമയത്ത് അഥവാ ഫജ്ർ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ആ സമയത്ത് റസൂലുള്ളാഹിന്റെ മസ്ജിദിലേക്ക് പുറപ്പെടാറുണ്ട്. ഫലാ അമുറു ബിബൈത്തിൻ ഇല്ലാ വഫീഹി ഖാരിഉൻ. ഒരു വീട് പോലും ഞാൻ കടന്നു പോകാറില്ല ആ വീട്ടില് ഒരു ഖാരിയില്ലാതെ. അഥവാ ആ വീട്ടില് ആരെങ്കിലും ഖുർആൻ പാരായണം ചെയ്യുന്നത് രാത്രി നിന്ന് നിസ്കരിച്ചിട്ട് ആ സമയത്ത് സുഹൂറിന്റെ മുമ്പായിട്ട് ഖുർആൻ പാരായണം ചെയ്യുന്ന ഒരാളില്ലാതെ ഒരു വീട് പോലും ഞാൻ കടന്നു പോയിട്ടില്ല എന്ന് സ്വഹാബി പറയാം. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു വീട് മുസ്ലിമീങ്ങൾ ജീവിക്കുന്ന ആ വഴിയിലൂടെ ഞാൻ പോകുമ്പോ ഒരു വീട്ടിൽ പോലും ഖുർആൻ പാരായണമില്ലാതെ ഞാൻ കടന്നു പോകാറുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ അബ്ദുല്ലാഹ് ഇബ്നു അബി മുലൈക്ക റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നുണ്ട് ഖാല സാഫർതു മഅ ഇബ്നു അബ്ബാസ് മിനൽ മദീന ഇല മക്ക. ഞാൻ മദീനയിൽ നിന്ന് മക്ക വരെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു കൂടെ യാത്ര ചെയ്തിട്ടുണ്ട്. ഫകാന യഖൂമു ശത്റൽ ലൈൽ. അത് രാത്രിയുടെ ഒരു ഭാഗം അദ്ദേഹം എന്ത് ചെയ്യാറുണ്ടായിരുന്നു? രാത്രി നിന്ന് നിസ്കരിക്കാൻ വേണ്ടി ആ യാത്രയിൽ പോലും അദ്ദേഹം അത് നിർവഹിക്കാറുണ്ടായിരുന്നു. സഹാബികളിൽ നിന്നും സലഫുകളിൽ നിന്നും ധാരാളം അസറുകൾ നമ്മെ അത്ഭുതപ്പെടുത്തി കളയുന്ന അസറുകൾ ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട്. രാത്രി നിസ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട് രാത്രിയിൽ പ്രത്യേകിച്ച് മുമ്പേ പറഞ്ഞു ഖുർആൻ പാരായണം എന്നുള്ള ഖുർആൻ യഥാർത്ഥത്തിൽ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുക, അതിന്റെ ആശയം ചിന്തിച്ച് അത് ഉറ്റാലോചിച്ച് അത് നമുക്ക് വളരെയധികം നമ്മളിൽ അതിന്റെ അനന്തരഫലം ഉണ്ടാക്കുക രാത്രിയിലാണ്, രാത്രി നിസ്കാരത്തിലാണ്, രാത്രി ഖുർആൻ പാരായണം ചെയ്യുമ്പോഴാണ്. പ്രത്യേകിച്ച് നിസ്കാരത്തിൽ പാരായണം ചെയ്യുമ്പോൾ കൂടുതലായിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്ന ഒരുപാട് സംഭവങ്ങൾ, ഇപ്പൊ ഇന്ന ഫീ ഖൽഖിസ് സമാവാതി ആ ആയത്ത് ഇറങ്ങിയ ദിവസം അത് പാരായണം ചെയ്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി കരയായിരുന്നു. അതുപോലെ സൂറത്തുൽ മാഇദയിലെ അവസാനത്തെ ആയത്ത് ഇൻ തുഅദ്ദിബുഹും ഫഇന്നഹും ഇബാദുക്, ഈസാ നബി അലൈഹിസ്സലാം നാളെ അല്ലാഹുവിനോട് പറയുന്ന ആയത്ത്, ആ ഒറ്റ ആയത്ത് കൊണ്ട് രാവിലെ വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചു. അതുപോലെ തന്നെ സലഫുകളിൽ ധാരാളം പേർ ചിലപ്പോൾ ഒരൊറ്റ ആയത്തായിരിക്കും അവർ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരായത്തിന്റെ മേലെ ആയിരിക്കും എന്ത് ചെയ്യുക, അവർ നിന്നുപോകുക അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട്. പിന്നെ അത് ആവർത്തിച്ച് പാരായണം ചെയ്ത് 1,1000 തവണ ചിലപ്പോൾ ആവർത്തിച്ച് പാരായണം ചെയ്ത് അവർ നിസ്കരിക്കാറുണ്ട്. കാരണം ഖുർആനുമായിട്ടുള്ള ബന്ധം അങ്ങനെയായിരുന്നു. അവർക്ക് ഖുർആൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നാളെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന, നേരായ മാർഗത്തിൽ ഉറപ്പിച്ചു നിർത്തുന്ന ഏറ്റവും വലിയ ഹുദയായിരുന്നു, നൂറായിരുന്നു. നമ്മൾക്ക് ഖുർആനുമായിട്ടുള്ള ബന്ധമാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. അപ്പോ ആ രീതിയിൽ സലഫുകൾ തന്നെ ഉപയോഗിച്ചിരുന്ന, ആ മുൻപ് തന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പും സ്വാലിഹ്യങ്ങളുടെ ശീലമായിരുന്നു ഈ രാത്രി നിസ്കാരം എന്നുള്ളത്. അള്ളാഹുവിലേക്ക് അടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ, നല്ലൊരു വ്യക്തിയാവാൻ ആഗ്രഹിക്കുന്നുണ്ടോ, അതിന് നമ്മൾ മുറുകെ പിടിക്കേണ്ട ഒരു ഇബാദത്താണ് രാത്രി നിസ്കാരം. എന്നിട്ട് പറഞ്ഞു വഖുർബത്തുൻ ഇലല്ലാഹി അസ്സ വജൽ, അള്ളാഹുവിലേക്കുള്ള സാമീപ്യമാണത്, അള്ളാഹുവിലേക്കുള്ള അടുപ്പമാണത്. വല്ലാഹി സുമ്മ വല്ലാഹി, അള്ളാഹുമായിട്ട് അടുത്തൊരു ബന്ധം ആസ്വദിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ രാത്രി നിസ്കാരത്തിന് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക. പെട്ടെന്ന് ഒരു ദിവസം പറ്റിക്കൊള്ളുന്നില്ല, പക്ഷെ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക. തീർച്ച നിങ്ങൾ ദുആഇന് അള്ളാഹു ഉത്തരം ചെയ്ത് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അള്ളാഹുവിന്റെ മഅയ്യത്ത് നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും. അള്ളാഹുവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുമ്പോൾ നമ്മൾ അള്ളാഹുവിലേക്കും അള്ളാഹു നമ്മിലേക്കും അടുക്കുന്നത് നമുക്കറിയാൻ സാധിക്കും. അത്രയും അള്ളാഹുവിനേക്കുള്ള അടുപ്പം ലഭിക്കുന്ന ഇബാദത്താണ് രാത്രി നിസ്കാരം എന്നുള്ളത്. അതുപോലെ തന്നെ വമഗ്ഫറത്തുൽ ലിസ്സയ്യിആത്ത്, അല്ലെങ്കിൽ വമബ്റഅത്തും മിനൽ ഇസ്മ, പാപങ്ങൾ പുറത്തു കിട്ടാൻ, പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്ന കാര്യമാണ് രാത്രി നിസ്കാരം. നമ്മൾ ആലോചിച്ചു, നമുക്ക് എത്രയോ അബദ്ധങ്ങൾ സംഭവിക്കുന്നുണ്ട്, അറിഞ്ഞും അറിയാതെയും സംഭവിക്കുന്നുണ്ട്. അതിൽ ഓർമ്മയുള്ളത് ഓർമ്മയില്ലാത്തതുണ്ട്. ചില നമ്മുടെ നാവിൽ നിന്ന് വന്ന ചില വാക്കുകൾ ചില ആളുകളെ വേദനിപ്പിച്ച് നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവില്ല, പക്ഷെ അത് ഒരാളെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ ഗീബത്ത് നമ്മൾ അശ്രദ്ധമായി പോയതായിരിക്കും. നമ്മൾ ചിലപ്പോൾ മുസ്ലിം സഹോദരനെ പറ്റി കളിയാക്കി ചിരിച്ചത് നമ്മളൊരു തെറ്റായി എണ്ണീറ്റേ ഉണ്ടാകില്ല. അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്തു പോകുന്ന തെറ്റുകൾ, അത് പുറത്തു കിട്ടാൻ അതിന് പ്രായശ്ചിത്തമായിട്ടുള്ള ഏറ്റവും മഹത്തായിട്ടുള്ള ഒരു കാര്യമാണ് രാത്രി നിസ്കരിക്കുക എന്നുള്ളത്. അവസാനം പറഞ്ഞു വമൻഹാതുൻ അനിൽ ഇസ്മ, ഇത് തിന്മകളിൽ അടിമപ്പെട്ടു പോകുന്ന ആളുകളോട്, അഥവാ നമ്മുടെ എല്ലാം ജീവിതത്തിൽ ചില തിന്മകളോട് നമുക്ക് ചില താല്പര്യം കൂടുതലുണ്ടാവും. ചില വ്യക്തികൾക്ക് ചില തിന്മകളോട് ഒരു താല്പര്യം കൂടുതലുണ്ടാകും. അപ്പൊ അവരതിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടാവും, പക്ഷെ വേറെ വഴിയൊന്നും ഉണ്ടാവില്ല. അങ്ങനെയുള്ള ആളുകൾ അവര് രാത്രി നിസ്കരിക്കാൻ വേണ്ടി പരിശ്രമിച്ചു നോക്കി, ആ തിന്മകളോടുള്ള താല്പര്യം അവരുടെ ഉള്ളിൽ നിന്ന് ഇല്ലാതാകുന്നവർക്ക് അനുഭവിക്കാൻ സാധിക്കും.
അപ്പൊ പാപങ്ങൾ ചെയ്തു പോകുന്നത്, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാള് പാപങ്ങൾ ചെയ്തു പോകുക അധികവും അവന്റെ നഫ്സും ശരീരവും അതിനൊരു പ്രേരണ നൽകിയിട്ടായിരിക്കും. അവൻ അറിയുന്നുണ്ടാവും ഇത് തെറ്റാണ്, ഇതിലെനിക്കൊരു ആസ്വാദനമില്ല, ഇതുകൊണ്ട് ദോഷമാണ്. പക്ഷെ ആ തിന്മയിൽ അവൻ വീണ്ടും വീണ്ടും വീണു പോകും. അങ്ങനെയുള്ള ആ തിന്മകളിൽ നിന്ന് അവന് രക്ഷപ്പെടണമെങ്കിൽ അതിന് മുറുകെ പിടിക്കേണ്ട ഒരു കാര്യമാണ് രാത്രി നിസ്കരിക്കുക. ചുരുങ്ങിയത് 2 റക്അത്ത് നിസ്കരിച്ച് ആരംഭിച്ച് ആ തിന്മയോടുള്ള താല്പര്യത്തെ നമ്മുടെ ഉള്ളിൽ നിന്ന് ഇല്ലാതാക്കി തരുന്ന ഒരു കാര്യമാണ് രാത്രി നിസ്കാരം. അനുഭവിച്ചവർക്ക് മനസ്സിലാവും. അപ്പൊ അത്രയും വളരെ മഹത്തായിട്ടുള്ള ഇബാദത്താണ് രാത്രിയിൽ നിസ്കരിക്കുക എന്നുള്ളത്. അടുത്ത അസർ أخبرنا أبو بكر جعفر بن محمد الفديابي قال حدثنا أبو كريب محمد بن العلاء الحمداني قال حدثنا يحيى بن آدم قال حدثنا إسرائيل عن أبي إسحاق عن أبي عبيدة وأبي الكنود عن عبد الله بن مسعود قال عبد الله بن مسعود رضي الله عنه ഉദ്ധരിക്കുന്ന ഒരു റിവായത്താണ്. അതിൽ നമുക്ക് കാണാൻ സാധിക്കും യൽഹഖുല്ലാഹു അസ്സ വജല്ല ഇലാ റജുലൈൻ. അല്ലാഹു സുബ്ഹാനഹു വതആല രണ്ടാളുകളെ വിഷയത്തിൽ ചിരിക്കുന്നതാണ്. റജുലുൻ ഒരാൾ ഖാമ ഫീ ജൗഫിൽ ലൈലി വഅഹ്ലുഹു നിയാമൻ. രാത്രിയുടെ മധ്യത്തിൽ അഥവാ രാത്രി ഏറ്റവും മൂർച്ഛിച്ചു നിൽക്കുന്ന അവസ്ഥയിലാണ് ജൗഫുൽ ലൈൽ എന്ന് പറയാം. ആ സമയത്ത് അവൻ എഴുന്നേൽക്കുന്നു. അവന്റെ ഭാര്യയും മക്കളും കുടുംബമൊക്കെ ഉറങ്ങുകയാണ്. ഫതതഹറ ثم قام يصلي. അങ്ങനെ അവൻ വുളു എടുത്ത് അവൻ നിസ്കരിക്കാൻ ആരംഭിച്ചു. ഫയദ്ഹഖല്ലാഹു ഇലൈഹി. അവനെ നോക്കി അല്ലെങ്കിൽ അവന്റെ വിഷയത്തിൽ അല്ലാഹു തആല ചിരിക്കുന്നതാണ്. വറജുലുൻ ലഖിയൽ അദുവ ഫൻഹസമ അസ്ഹാബുഹു. രണ്ടാമത്തെ വ്യക്തി യുദ്ധത്തിൽ ശത്രുവിനെ കണ്ടുമുട്ടി നിൽക്കുന്ന ഒരു സന്ദർഭം. ഫൻഹസമ അസ്ഹാബുഹു. അവന്റെ യുദ്ധത്തിനൊപ്പമുണ്ടായിരുന്ന ആളുകളെല്ലാം പേടിച്ചോടിപ്പോയി, അല്ലെങ്കിൽ അവര് പിന്തിരിഞ്ഞോടിപ്പോയി. വസബത. അവൻ ഉറച്ചു നിന്നു. ഹത്താ റസഖഹുല്ലാഹു അസ്സ വജല്ല അശ്ശഹാദ. അല്ലാഹു അവന് ഷഹാദത്ത് നൽകുന്നവരെ, അഥവാ അവൻ ഷഹീദായി മരിക്കുന്നത് വരെ അവൻ ഉറച്ചു നിൽക്കും. ഈ 2 ആളുകളെ നോക്കി അല്ലാഹു സുബ്ഹാനഹു വതആല ചിരിക്കുന്നതാണ് എന്ന് ഒരു റിവായത്തിൽ, ഒരു അസറിൽ നമുക്ക് വന്നത് കാണാൻ സാധിക്കും. സഹീഹായി വന്നിട്ടുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആലയിൽ സ്ഥിരപ്പെട്ടിട്ടുള്ള വിശേഷണമാണ് അല്ലാഹുവിന്റെ ചിരി. അല്ലാഹു ചിരിക്കുന്ന ചില സന്ദർഭങ്ങൾ ഹദീസ് വന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ മറ്റൊരു ഹദീസാണ് 2 ആളുകളെ നോക്കി അല്ലാഹു തആല ചിരിക്കും. ആ ആളുകൾ എന്താണ്? ഒരാൾ മറ്റൊരാളെ കൊന്ന ആളായിരിക്കും. ആ കൊന്ന വ്യക്തി പിന്നീട് ഇസ്ലാം സ്വീകരിച്ച് തൗബ ചെയ്തിട്ട് അവനും തൗബ ചെയ്ത് അവൻ മരണപ്പെടും. അങ്ങനെ ആ 2 പേരും സ്വർഗത്തിലെത്തും. അവരെ നോക്കി അല്ലാഹു ചിരിക്കുന്നു കാണാം. അതായത് ഒരാൾ മുസ്ലിം, ഒരാൾ കാഫിർ. ആ കാഫിർ യുദ്ധത്തിൽ മുസ്ലിമിനെ കൊല്ലും. പിന്നീട് ആ കാഫിർ തൗബ ചെയ്ത് ഇസ്ലാം സ്വീകരിക്കും. അങ്ങനെ അവർ 2 പേരും മരണപ്പെട്ട് 2 പേരും സ്വർഗത്തിലാകും. ഈ 2 പേരെയും നോക്കി അല്ലാഹു ചിരിക്കുമെന്ന് വന്നിട്ടുണ്ട്. അതുപോലെ വേറെയും ചില സന്ദർഭങ്ങളിൽ അല്ലാഹു ചിരിച്ച അസറുകൾ വന്നിട്ടുണ്ട്. അപ്പൊ അള്ളാഹുവിന് സ്ഥിരപ്പെട്ടിട്ടുള്ള ഒരു വിശേഷണമാണ് അള്ളാഹു ചിരിക്കുന്നവനാണ്, അള്ളാഹുവിന് ചിരിയുണ്ട് എന്നത്. എങ്ങനെയെന്നുള്ളത് എന്താണ് നമുക്കറിയാം. അസ്മാഉ സിഫാത്തിന്റെ വിഷയത്തിൽ പൊതുവായിട്ടുള്ള അടിസ്ഥാന ഖായിദയാണ് അള്ളാഹുവിന്റെ ഒരു വിശേഷണത്തെ പറ്റിയിട്ടും എങ്ങനെയെന്നുള്ള ചോദ്യത്തിന് അർത്ഥമല്ല. കാരണം നമ്മുടെ ബുദ്ധിക്ക് ചിന്തിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നതിനേക്കാൾ അപ്പുറത്താണ്. അപ്പോൾ അള്ളാഹുവിന്റെ ജലാലത്തിന്, മഹത്വത്തിന് യോജിച്ച രീതിയിൽ അള്ളാഹു ചിരിക്കും. ഇവിടെ നമ്മുടെ വിഷയം രണ്ടാളുകളുടെ വിഷയത്തിൽ അള്ളാഹു ചിരിക്കുന്നു പറഞ്ഞു. അതിൽ ഒന്നാമത്തെ ആള് പറഞ്ഞ എന്താ? റജുലുൻ ഖാമ ഫീ ജൗഫിൽ ലൈലി വഅഹ്ലുഹു നിയാമൻ. അവന്റെ കുടുംബം ഉറങ്ങുമ്പോൾ, അവൻ എവിടെയാണോ, കൂട്ടുകാരാണോ, ഭാര്യയാണോ, മക്കളാണോ, മാതാപിതാക്കളാണോ, ആരോ ആവട്ടെ, അവരെല്ലാവരും ഉറക്കത്തിൽ മൂർച്ഛിച്ചു നിൽക്കുന്ന സമയത്ത്, രാത്രിയിൽ ഉറക്കം ഏറ്റവും ഒരു മനുഷ്യന് മൂർച്ഛിക്കുന്ന ആ സന്ദർഭത്തിൽ അവൻ എഴുന്നേൽക്കുകയാണ്. ഫതതഹറ ثم قام يصلي. അവൻ വുളു എടുത്ത് അവൻ നിസ്കരിക്കാൻ ആരംഭിക്കുകയാണ്. അള്ളാഹുവിന് മുമ്പിൽ നിന്ന് നിസ്കരിക്കാൻ ആരംഭിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു അടിമയെ നോക്കിയിട്ട്, അല്ലെങ്കിൽ വേറെ വിഭാഗത്തിൽ നോക്കിയിട്ടുണ്ട്, ആ അടിമയുടെ വിഷയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ചിരിക്കും. സുബ്ഹാനല്ലാഹ്. നമ്മൾ ആലോചിച്ച് നോക്കി, നമ്മുടെ റബ്ബ് ചിരിക്കുക എന്നുള്ളത്, അതിനൊരു നമ്മളാണ് ആ സ്ഥാനത്ത് എന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ രാത്രിയിൽ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് നമ്മുടെ എല്ലാവിധ ഇഷ്ടങ്ങളും, ഇതിന്റെ വേറെ ചില റിവായത്തുകൾ വന്നത് അവന്റെ പതുപതുത്ത മെത്തയിൽ നിന്ന്
അവന്റെ സൗന്ദര്യമുള്ള ഇണയിൽ നിന്ന് അവൻ എഴുന്നേറ്റ് നിന്ന് നിസ്കരിക്കുമ്പോൾ എന്ന് വന്നിട്ടുണ്ട്. കാരണം അവൻ ആഗ്രഹിക്കുന്ന ഇഷ്ടമുള്ള ഏറ്റവും നല്ല കാര്യങ്ങൾ അവിടെ ഉണ്ട്. അവന്റെ ശരീരം ആഗ്രഹിക്കുന്ന ഏറ്റവും നല്ല ആസ്വാദനങ്ങൾ അവിടെ ഉണ്ട്. പക്ഷെ അത് വിട്ടിട്ട് എന്റെ റബ്ബിന്റെ മുമ്പിൽ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി അവൻ രാത്രിയിൽ നിന്ന് നിസ്കരിക്കുമ്പോൾ അള്ളാഹു അവനെ നോക്കി ചിരിക്കുന്നതാണ്. അള്ളാഹു അവനെ നോക്കി ചിരിക്കുന്ന യഥാർത്ഥത്തിൽ ഇതൊന്നും നമ്മൾ ഇരുന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ, ഇതൊന്നും മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ രാത്രി നിസ്കരിക്കാൻ നമുക്ക് വളരെയധികം പ്രോത്സാഹനം നൽകുന്ന ഒരു കാര്യമാണത്. അതുപോലെ തന്നെ രണ്ടാമത് പറഞ്ഞ എന്താണ്, ഒരു ശത്രുവിനെ കണ്ടുമുട്ടുമ്പോൾ, യുദ്ധത്തിൽ ശത്രു സൈന്യത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ ഒപ്പമുള്ള ആളുകൾ എന്തെങ്കിലും കാരണം കൊണ്ട് ഓടിപ്പോയിട്ടും അവിടെ ആ യുദ്ധത്തിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ അവൻ ഷഹീദാകുന്നത് വരെ ഉറച്ചു നിൽക്കുന്നു. അവനും അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ നൃത്തത്തിനും അള്ളാഹു തആല ചിരിക്കും. അപ്പൊ രാത്രി നിസ്കാരം എന്നുള്ളത് ഇത്രയും പ്രാധാന്യമുള്ള കാര്യമായിട്ട് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അടുത്തത് حدثنا أبو جعفر محمد بن صالح بن ذريح العقبري قال حدثنا حناد بن السري قال حدثنا أبو معاوية عن عبد الرحمن بن إسحاق عن نعمان بن سعد عن علي بن أبي طالب قال قال رسول الله صلى الله عليه وسلم نبي صلى الله عليه وسلم പറഞ്ഞു إن في الجنة غرفا സ്വർഗ്ഗത്തിൽ ചില പ്രത്യേകമായിട്ടുള്ള മാളികകളുണ്ട്, താമസിക്കാനുള്ള പ്രത്യേകമായിട്ടുള്ള. യുറാ ബുതൂനുഹാ മിൻ ദുഹൂരിഹാ, അതിന്റെ ഉൾഭാഗം പുറത്ത് നോക്കിയാൽ കാണും. വളുഹൂറുഹാ മിൻ ബുതൂനിഹാ, അതിന്റെ അകത്ത് നിന്ന് അതിന്റെ പുറംഭാഗവും കാണാൻ സാധിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും വ്യക്തമായി കാണാൻ സാധിക്കുന്ന തരത്തിൽ. ഖാല ഫഖാമ അറാബിയുൻ, ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഒരു അറാബി എഴുന്നേറ്റ് നിന്നു. ഫഖാല, എന്നിട്ട് പറഞ്ഞു, ലിമൻ ഹിയ യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലെ ആർക്കാണത്? വളരെ മനോഹരമായിട്ടുള്ള ഒരു മാളികയും ഭവനവുമാണ്. അതിനകത്ത് അവരുടെ ഇണകൾ ഉണ്ടാവും, പക്ഷെ അവരൊന്നും ആരും കാണൂല. ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അപ്പൊ അത്ര മനോഹരമായിട്ടുള്ള, അപ്പൊ ആർക്കായിരിക്കും ഇത് കിട്ടുക എന്ന് ചോദിച്ചു. ഫഖാല, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹിയ ലിമൻ തയ്യബൽ കലാം, സംസാരം ഏറ്റവും നല്ല സംസാരം സംസാരിച്ചവന്, വഅത്അമ തആം, ആളുകളെ ഭക്ഷിപ്പിച്ചവന്, വഅഫ്ശസ് സലാം, സലാം വ്യാപിപ്പിച്ചവന്, വസല്ലാ ബില്ലൈലി വന്നാസു നിയാം, ആളുകൾ ഉറങ്ങുന്ന സന്ദർഭത്തിൽ രാത്രിയിൽ നിന്ന് നിസ്കരിച്ചവൻ. മഹത്തായിട്ടുള്ള ചില ഇബാദത്തുകളാണ് പറഞ്ഞിട്ടുള്ളത്. ഇതേ ആശയത്തിൽ ഒരുപാട് ഹദീസുകൾ വേറെയും വന്നതായിട്ട് നമുക്ക് കാണാം. അപ്പൊ സ്വർഗത്തിലെ മനോഹരമായിട്ടുള്ള ഒരു ഭവനം, ഒരു മാളിക, അത് ലഭിക്കാനുള്ള നേട്ടങ്ങളായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് തയ്യിബൽ കലാം, സംസാരം നന്നാക്കുക എന്നുള്ളത്, ഏറ്റവും നല്ല സംസാരങ്ങൾ സംസാരിക്കുക എന്നുള്ളത്. രണ്ടാമത്തേത് വഅത്അമു തആം, ഭക്ഷിപ്പിക്കുക, സാധുക്കളെ ഭക്ഷണം നൽകി ഭക്ഷിപ്പിക്കുക എന്നുള്ളത്. മൂന്നാമത്തേത് വഅഫ്ശസ് സലാം, സലാം വ്യാപിപ്പിക്കുക എന്നുള്ളത്. നമ്മുടെ ബാബിൽ വരുന്നത് അവസാനം പറഞ്ഞു വസല്ലാ ബില്ലൈലി വന്നാസു നിയാം, രാത്രിയിൽ നിന്ന് നിസ്കരിക്കുന്ന ആളുകൾ. ജനങ്ങൾ ഉറങ്ങായിരിക്കും, ആളുകൾ ഉറങ്ങായിരിക്കും, പക്ഷേ അവന്റെ ഇഷ്ടമുള്ള ഉറക്കത്തിൽ നിന്ന് വിട്ട് അള്ളാഹുവിന് മുമ്പിൽ നിന്ന് നിസ്കരിക്കുന്ന ഒരുവന് നാളെ സ്വർഗത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതുപോലെയുള്ള ഭവനം ഒരുക്കിയിട്ടുണ്ട്. ഇത് മാത്രമല്ല ഇപ്പോ സ്വർഗത്തെ പറ്റി പറയുന്നിടത്ത് ധാരാളം വന്നിട്ടുള്ള കാര്യം എന്താ? മാലാ ഐനും റഅത് വലാ ഉദുനും സമഅത്, ഒരു കണ്ണും കാണാത്ത, ഒരു കാതും കേൾക്കാത്ത, ഒരു മനസ്സിനും ചിന്തിക്കാൻ സാധിക്കാത്താണ് സ്വർഗം എന്നാണ്. അപ്പൊ ഈ ഒരു കണ്ണും കാണാത്ത, ഒരു കാതും കേൾക്കാത്ത, അങ്ങനെ മറച്ചു വെച്ചിട്ടുള്ളത് എന്തിനാണ് എന്ന് പറയുന്നിടത്ത് ഉലമാക്കൾ പറയാറുണ്ട്, ഈ രാത്രി നിസ്കാരം അതുമായി ബന്ധപ്പെട്ടതാണ്. കാരണം രാത്രി നിസ്കാരം ആരും കാണാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന, മാക്സിമം നമ്മുടെ വീട്ടിലുള്ള കുടുംബക്കാർ അല്ലെങ്കിൽ തൊട്ടടുത്ത അയൽവാസികൾ, അവരിൽ നിന്ന് പോലും രഹസ്യമായിട്ട് നിർവഹിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണത്. ശ്രമിച്ചു കഴിഞ്ഞാൽ മാക്സിമം ഈ ആളുകളിലാണ് അത് അറിയാൻ സാധിക്കുന്ന ആളുകളുള്ളത്. അപ്പൊ അത്രയും രഹസ്യമായി അവന്റെ ഇച്ഛകളെ പിടിച്ചു വെച്ച് അവൻ നിർവഹിക്കുന്ന ഇബാദത്തിന് അള്ളാഹു പ്രതിഫലം നൽകാതിരിക്കോ? ഇല്ല. അള്ളാഹു ഒരിക്കലും എന്ത് ചെയ്യില്ല, ഒരു അനീതി കാണിക്കില്ല. ഹൽ ജസാഉൽ ഇഹ്സാൻ ഇല്ലൽ ഇഹ്സാൻ, ഇഹ്സാൻ ചെയ്യുന്നവർക്ക് ഇഹ്സാൻ അല്ലാതെ മറ്റെന്താണ് പ്രതിഫലമായിട്ട് അള്ളാഹു നൽകുക? അപ്പോ ഈ ദുനിയാവിലെ ആസ്വാദനങ്ങളിൽ നമ്മുടെ ഖൽബിന് ലഭിക്കുന്ന ഏറ്റവും നല്ല ആസ്വാദനമാണ് രാത്രി നിസ്കാരം എന്നുള്ളത്. സ്വർഗത്തിൽ ലഭിക്കുന്ന പ്രതിഫലങ്ങളിൽ മഹത്തരമായിട്ടുള്ള പ്രതിഫലങ്ങളും അക്കൂട്ടർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിട്ടുണ്ട്. അടുത്തത് ഇമാം അജ്രി റഹിമഹുല്ലാഹ് പറയുന്നു, ഹദ്ദസനാ അൽ-ഫിദ്യാബി ഖാല ഹദ്ദസനാ മിൻജാബ് ഇബ്നുൽ ഹാരിസ്
قال حدثنا أبو الأحوص عن أبي إسحاق عن أبي عبيدة قال قال عبد الله يعني ابن مسعود عبد الله بن مسعود رضي الله عنه بريان إن في التوراة مكتوبا توراة രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് لقد أعطى الله عز وجل الذين تتجافى جنوبهم ما لم تر عين ولا تسمع أذن ولم يخطر على قلب بشر. നേരത്തെ പറഞ്ഞ അതേ കാര്യമാണ് പറയുന്നത്. തൗറാത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് രാത്രിയിൽ നിസ്കരിക്കാൻ വേണ്ടി അവന്റെ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുന്ന ആളുകൾ അവർക്കൊരു കണ്ണും കാണാത്ത, ഒരു കാതും കേൾക്കാത്ത, ഒരു മനസ്സും ചിന്തിക്കാത്ത അനുഗ്രഹങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. മാലാ യഅലമുഹു മലക്കുൻ മുഖറബുൻ വലാ നബിയ്യുൻ മുർസലുൻ. അത് അള്ളാഹുവിന്റെ അടുക്കൽ സാമീപ്യം നേടിയ ഒരു മലക്കിനോ അള്ളാഹു നിയോഗിച്ച ഒരു റസൂലിനെ പോലും അറിയില്ല. എന്താണ് സ്വർഗത്തിലെ അള്ളാഹു മറച്ചു വെച്ചിട്ടുള്ള അനുഗ്രഹങ്ങൾ എന്ന് ഒരാൾക്കും അറിയില്ല. ഖാല വനഹ്നു നഖ്റഉഹാ, എന്നിട്ട് പറയാണ് ഞങ്ങൾ പാരായണം ചെയ്യുന്നുണ്ട്. ഫലാ തഅലമു നഫ്സുൻ മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അയുനിൻ, ഒരാൾക്കും അറിയില്ല എന്താണ് അവർക്ക് കൺകുളിർമയായിട്ട് അള്ളാഹു മറച്ചു വെച്ചിട്ടുള്ളത്. ഈ ആയത്തിന് മുമ്പുള്ള ആയത്തുകൾ എന്താണ്? രാത്രി നിസ്കാരത്തിനെ പറ്റി പറഞ്ഞിട്ടുള്ള ആയത്തുകളാണ്. അപ്പോ നമ്മൾ സ്വർഗ്ഗം ആഗ്രഹിക്കുന്ന ആളുകളാണ്. നമ്മൾ സ്വർഗ്ഗം ആഗ്രഹിക്കുന്ന ആളുകൾ. ശരിക്ക് സഹോദരങ്ങൾ നമ്മൾ ഒറ്റയ്ക്കിരുന്ന് ആലോചിക്കണം. ഞാനും നിങ്ങളൊക്കെ ആലോചിക്കേണ്ട, നമ്മുടെ മുൻഗാമികൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്കുള്ള സാമീപ്യവും അള്ളാഹുവിൽ നിന്ന് നേടിയെടുക്കാവുന്ന കാര്യങ്ങളുമെല്ലാം 2 റക്അത്ത് നിസ്കാരം കൊണ്ടാണ് നേടിയെടുത്തിരുന്നത്. രാത്രിയിലെ 2 റക്അത്ത് നിസ്കാരങ്ങൾ കൊണ്ട് അവർ അള്ളാഹുവിന്റെ അടുക്കൽ വലിയ സ്ഥാനങ്ങൾ നേടിയെടുത്തവരാണ്. നമ്മൾ നോക്കി സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം അമീറായിക്കൊണ്ട്, നമ്മൾ പലരും കേട്ടിട്ടുള്ള സംഭവമാണ്, അദ്ദേഹം അമീറായി കൊണ്ടുപോയ യുദ്ധമാണ് മദായിൻ എന്നുള്ള പേർഷ്യക്കാരുമായിട്ടുള്ള ഉമർ റളിയല്ലാഹുവിന്റെ ഖിലാഫത്തിന്റെ കാലത്ത്. യർമൂക്ക് യുദ്ധമെല്ലാം കഴിഞ്ഞ ആ സമയത്താണ്. അങ്ങനെ ആ യുദ്ധത്തിന് പോകുന്ന സന്ദർഭത്തിൽ കടൽക്കര തടസ്സമുള്ള ആ ഒരു കരക്കപ്പുറത്തേക്ക് പേർഷ്യക്കാർ കടന്നുപോയി എന്ന് മാത്രമല്ല, അപ്പുറത്തേക്ക് കടക്കാനുള്ള മാർഗങ്ങളെല്ലാം എന്തായി, അവർ തകർത്തിട്ടിട്ട് അല്ലെങ്കിൽ കടക്കാൻ പറ്റാത്ത രീതിയിലാക്കിയിട്ടാണ് പോയിട്ടുള്ളത്. അങ്ങനെ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു, സഅദ് ഇബ്നു അബീ വഖാസ് എന്റെ ഓർമ്മ അല്ലേ, അതെ ഇൻഷാ അല്ലാഹ്, അദ്ദേഹം സഹാബികളുണ്ട്, അതുപോലെ താബീകളുണ്ട് ആ കൂട്ടത്തിൽ അബു മുസ്ലിം അൽ ഖൗലാനി, അതുപോലെ അറിയപ്പെട്ട പല താബീകളുണ്ട്. അങ്ങനെ അവർ നിൽക്കാൻ എന്ത് ചെയ്യണമെന്ന് അറിയാതെ. അപ്പൊ ആ കൂട്ടത്തിൽ സൽമാൻ അൽ ഫാരിസ് റളിയല്ലാഹു അൻഹു ഉണ്ട്. അദ്ദേഹത്തിനോട് കൂടി ആലോചിച്ചു, എന്താ ചെയ്യുക, എങ്ങനെയപ്പോ അപ്പുറത്തേക്ക് കിടക്കുക ഇതിനെ കുറിച്ച് കൂടി ആലോചിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, മുസ്ലിമീങ്ങളോട് അള്ളാഹുമായിട്ടുള്ള ബന്ധം നന്നാക്കിയെടുക്കാൻ പറയാം. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് അനുസരിച്ച് യുദ്ധത്തിനുള്ള എന്തൊക്കെയാണോ ചെയ്യേണ്ടത് ഒരുങ്ങുകയും ചെയ്യുക എന്ന് പറഞ്ഞു. അങ്ങനെ 3 ദിവസം കരയുടെ ഇപ്പുറത്ത്, വർഷക്കാരപ്പുറത്താണ്, ഇപ്പുറത്ത് അവർ തമ്പടിച്ചു. അങ്ങനെ സൽമാൻ അൽ ഫാരിസ് റളിയല്ലാഹു അൻഹു ഈ ആളുകളെ, സഹാബികളെയും താബീങ്ങളെയും മുസ്ലിമീങ്ങളെ ഇങ്ങനെ പരിശോധിച്ചു നോക്കിയപ്പോ അവര് പകലിൽ യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള സാമഗ്രികളെല്ലാം ഒരുക്കുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. രാത്രിയിൽ അവർ അള്ളാഹുവിന് മുമ്പിൽ നിന്ന് നിസ്കരിച്ചുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നുണ്ട്. 3 ദിവസം കഴിഞ്ഞപ്പോ സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മുസ്ലിമീങ്ങൾ നല്ല അവസ്ഥയിലാണ്, സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു നല്ല അവസ്ഥയിലാണ്, നിങ്ങൾ ഇറങ്ങിക്കോളിയും പറഞ്ഞു. അങ്ങനെ അദ്ദേഹം പറഞ്ഞു, ഞാൻ ബിസ്മില്ലാ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് അദ്ദേഹം പറഞ്ഞു, ഞാൻ കടലിലേക്ക് ഇറങ്ങാൻ പോവാണ്, നിങ്ങൾ എന്റെ പിന്നാലെ ഇറങ്ങിക്കോളി എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം മുന്നിൽ നടന്നു. അദ്ദേഹത്തിന്റെ പിന്നിലായിക്കൊണ്ട് മുസ്ലിമീങ്ങൾ എന്ത് ചെയ്തു, പിന്നിലെ നടന്നു. കടലിന് മുകളിലൂടെ അവർ നടന്നുപോയി. അള്ളാഹു അവരെ ഇക്റാം ചെയ്തു. അള്ളാഹു അവർക്ക് നൽകിയ കറാമത്തായിരുന്നു അത്. അവർ കടന്ന് അപ്പുറത്ത് പോയി. പേർഷ്യക്കാർ വരെ വരവ് കണ്ടപ്പോൾ തന്നെ അവർ ഭയപ്പെട്ട് പേടിച്ച് എല്ലാം വിട്ടിട്ട് പോവുകയും ഒരു യുദ്ധം ആവശ്യമില്ലാതെ തന്നെ അവർ കീഴടങ്ങി പോവുകയും ഉണ്ടായിട്ടുണ്ടായി. അപ്പോ ഇത് നടന്ന സംഭവമാണ്, സഹിയായിക്കൊണ്ട് ധാരാളം ഉദ്ധരിച്ചിട്ടുള്ള സംഭവമാണ്. അപ്പോ അള്ളാഹുമായിട്ടുള്ള ബന്ധം നമുക്ക് എത്ര നന്നാകുന്നുവോ നമ്മുടെ കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അത്ര എളുപ്പമാക്കി തരും. പക്ഷെ ആ ബന്ധം എങ്ങനെയാണ് നന്നാകുന്നത് എന്നാണ് പരിശോധിക്കേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് നമ്മളിൽ നിന്ന് അറിയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, അല്ലെ നമ്മെ പരീക്ഷിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ഇച്ഛകളെക്കാളും നമ്മുടെ താല്പര്യങ്ങളെക്കാളും നമ്മുടെ മറ്റുള്ള ഇഷ്ടങ്ങളെക്കാളുമെല്ലാം അള്ളാഹുവിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ? അള്ളാഹുവിന് വേണ്ടി ഒരു കാര്യം ഒഴിവാക്കാൻ പറ്റുന്നുണ്ടോ? അള്ളാഹുവിന് വേണ്ടി ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇതാണ് അള്ളാഹു തആല നമ്മൾ നോക്കുന്നത്. അപ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അടുക്കാൻ നമ്മൾ നമ്മുടെ ഇഷ്ടവും നമ്മുടെ താല്പര്യങ്ങളും ഉറക്കവും എല്ലാം മാറ്റിവെച്ചിട്ട് എഴുന്നേറ്റ് നിന്ന് നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ
അള്ളാഹുവിന്റെ അടുക്കൽ അവന് സ്ഥാനമുണ്ട്. അള്ളാഹു തആല അവന് ഇക്റാം ചെയ്യും. അവന് പ്രത്യേക സ്ഥാനം അള്ളാഹു തആല നൽകും. അത് ദുനിയാവിലും ഉണ്ടാകും, സ്വർഗത്തിൽ അതിമഹത്തരമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിട്ടുണ്ടാകും. حدث أثر حدثنا عمر بن أيوب السقطي قال حدثنا يعقوب الدورقي قال حدثنا عبد الله بن إدريس قال حدثنا حسين عن مجاهد عن عبيد بن عمير قال كان إذا جاء الشتاء قال عبيد بن عمير رحمه الله അദ്ദേഹം ഷിതാ ആയി കഴിഞ്ഞാൽ, ഷിതാ എന്ന് പറഞ്ഞാൽ മൺസൂൺ വസന്തം എന്നെല്ലാം പറയുന്ന ആ കാലമായി കഴിഞ്ഞാൽ, അഥവാ കുറച്ച് നല്ല തണുപ്പുള്ള ആ കാലം, പകല് ചെറുതായിട്ട് രാത്രിയിൽ കുറെ സമയം ലഭിക്കുന്ന നല്ല തണുപ്പുള്ള അന്തരീക്ഷം, നമ്മുടെ നാടുകളിൽ പൊതുവെ നവംബർ ഡിസംബർ ആ സമയത്ത് ഉണ്ടാകുന്ന ആ കാലാവസ്ഥയാണ് ഷിതാ എന്ന് പറയുന്നത്. ആ ഷിതാന്റെ സമയമായി കഴിഞ്ഞാൽ അദ്ദേഹം പറയും, യാ അഹ്ലൽ ഖുർആൻ, ഖുർആനിന്റെ ആളുകളെ, ത്വാലൽ ലൈലു ലിസ്വലാത്തിക്കും, രാത്രി ഇതാ ദൈർഘ്യം കൂടിയിട്ടുണ്ട് നിങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി, നിങ്ങൾക്ക് നിസ്കരിക്കാനുള്ള അവസരമാണത്. ഷിതാന്റെ സമയത്ത് നമുക്കറിയാം രാത്രി കുറെ ഉണ്ടാവും. വഖസുറൻ നഹാർ ലിസിയാമിക്കും, പകലിപ്പോ കുറവാണ്, നിങ്ങൾ നോമ്പ് നോറ്റോളി. ഫഗ്തരിമു, ഈ അവസരം നിങ്ങൾ നേടിയെടുത്തോളി എന്ന് പറയാറുണ്ട്. ഇവിടെ അഹ്ലുൽ ഖുർആൻ എന്നുള്ള വിളി പൊതുവായിട്ട് ഈ എവിടൊക്കെ അസറുകളിൽ അഹ്ലുൽ ഖുർആൻ എന്ന് വന്നിട്ടുണ്ടോ അത് മുസ്ലിമീങ്ങൾ എന്നുള്ള അർത്ഥത്തിലാണ് പൊതുവായി ഉപയോഗിക്കാറുള്ളത്. ഖുർആനിന്റെ ആളുകൾ എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങളെയാണ് പൊതുവായി ഉദ്ദേശിക്കുന്നത്. പ്രത്യേകമായിട്ടുള്ള അർത്ഥത്തിൽ ഖുർആൻ ഹിഫ്ളാക്കിയിട്ടുള്ള, ഖുർആൻ പഠിച്ചിട്ടുള്ള ആളുകൾ എന്നുള്ള അർത്ഥം പ്രത്യേകമായിട്ട്. എന്നാൽ പൊതുവായി മുസ്ലിമീങ്ങൾ എന്നുള്ള ആശയത്തിലാണ്. അവരോട് പറയാണ്, രാത്രി ഇതാ നിങ്ങൾക്ക് ദൈർഘിച്ചിട്ടുണ്ട്, ആ സമയം നിങ്ങൾ എന്ത് ചെയ്തോളൂ, നിങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി ഉപയോഗിച്ചോളൂ. പകല് കുറവാണ്, നിങ്ങൾ നോമ്പ് നോൽക്കാൻ ഉപയോഗിച്ചോളൂ. ഈ ഒരു സമയം, ഷിതായിന്റെ സമയം, ലതായിഫുൽ മആരിഫ് എന്നുള്ള ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ കിതാബിൽ ഷിതായിന്റെ പ്രത്യേകതകൾ പറയുന്നുണ്ട്. കാരണം പകല് കുറവായതുകൊണ്ടും കാലാവസ്ഥയിലെ മാറ്റം കൊണ്ടും രാത്രിയിൽ വലിയ ക്ഷീണമില്ലാത്തൊരു സമയമായിരിക്കും ഷിതാന്റെ സമയത്ത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നമുക്ക് ഉറക്കം മതിയായിട്ടുണ്ടാവും, പക്ഷെ എന്നാലും രാത്രി ഉള്ളതുകൊണ്ട് നമ്മൾ ഉറങ്ങുന്ന ഒരു സമയമായിരിക്കും ഷിതാ. രാത്രിയിൽ നമ്മൾക്ക് ക്ഷീണം വരുന്നതുകൊണ്ടാണ് നമ്മൾ ഉറങ്ങുന്നത്. പക്ഷേ ഷിതാന്റെ സമയത്ത് പകലിലെ കാലാവസ്ഥ നല്ല കാലാവസ്ഥ ആയതുകൊണ്ട് ക്ഷീണം കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ രാത്രിയിലെ ഉറക്കം കുറച്ച് മതി. പക്ഷെ ഉറക്കം കുറച്ചാണെങ്കിലും രാത്രി കൂടുതലായിരിക്കും, നല്ല തണുപ്പുമായിരിക്കും. ആ സമയത്ത് നമുക്ക് ഉറക്കം മതിയായിട്ടുണ്ടെങ്കിലും നമ്മൾ വീണ്ടും കിടന്നുറങ്ങുന്ന ഒരു സമയമായിരിക്കും അത്. കാരണം അത്രയും നല്ല സമയം കിട്ടുന്നത്. പക്ഷെ ആ സമയം എത്തുമ്പോ ഈ അസറുകളിൽ മാത്രമല്ല, സലഫുകൾ ഏറ്റവും ഉപയോഗിക്കാൻ വേണ്ടി, അള്ളാഹുലേക്ക് അടുക്കാൻ വേണ്ടി ഈ സമയം ഉപയോഗിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്ന ഒരു കാലമായിരുന്നു. കാരണം രാത്രി കുറെ ഉണ്ട്, നമുക്ക് ആവശ്യത്തിന് ഉറങ്ങിയാലും സാധാരണ ബാക്കിയുള്ള സമയത്ത് ഉറങ്ങുന്ന അത്ര ഉറങ്ങിയാലും രാത്രി നിസ്കരിക്കാനുള്ള സമയം കിട്ടും. പകല് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ കാലാവസ്ഥ വലിയ ബുദ്ധിമുട്ടുള്ള കാലാവസ്ഥയാവില്ല. നോമ്പെടുത്തുകൊണ്ട് നമുക്ക് എന്തുണ്ടാവില്ല, വലിയ ക്ഷീണോ ബുദ്ധിമുട്ടോ ഉണ്ടാവില്ല, എളുപ്പത്തിൽ നോമ്പെടുക്കാനും പറ്റും. അപ്പൊ ആ സമയം നിങ്ങൾ ഉപയോഗിക്കണം എന്ന് പ്രത്യേകം പറയാറുണ്ട്. നമ്മളിത് അതിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്, ഷിതായിലേക്ക് നമ്മുടെ നാടുകളിൽ അടുത്തുകൊണ്ടിരിക്കുന്ന. ഒരു മാസം കൂടി കഴിഞ്ഞാൽ ഷിതാ ആരംഭിക്കുന്ന ഒരു അവസ്ഥയിലായിരിക്കും. അതായത് യഥാർത്ഥത്തിൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തില് ഓരോ കാലം മാറുമ്പോഴും രണ്ട് രീതിയിലാണ്. ഒന്ന്, ഇതുപോലെയുള്ള സാഹചര്യങ്ങളിൽ നമ്മുടെ ചുറ്റുമുള്ള അന്തരീക്ഷം മാറുമ്പോൾ. അതിനു പുറമെ മാസങ്ങളിൽ പ്രത്യേകം ഫദ്ല് പറഞ്ഞിട്ടുള്ള, ഇപ്പൊ മുഹറം, ആ മാസത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട നോമ്പ് വെൽക്കണം. ദുൽഹിജ്ജ, അതിലെ ആദ്യത്തെ 10 ദിവസത്തിൽ ചെയ്യേണ്ട ഇബാദത്തുകൾ, റമദാൻ വരുമ്പോ, റജബും അതുപോലെ അഷ്ഹറുൽ ഹുറും വരുമ്പോ, അങ്ങനെ ഓരോ മാസത്തിലെ പ്രത്യേകതകളിൽ എന്താണ് നമ്മൾ കൂടുതൽ ചെയ്യേണ്ടത് എന്നൊരു പ്ലാനിങ് നമുക്ക് ഉണ്ടായിരിക്കണം. മുസ്ലിം എന്ന നിലക്ക് അള്ളാഹുവിലേക്ക് അടുക്കാൻ, കൂടുതൽ നന്മകൾ നേടാൻ, പാപങ്ങൾ പുറത്തു കിട്ടാൻ, ആ ഒരു അവസ്ഥയ്ക്ക് നമ്മൾ ഒരുങ്ങി നിൽക്കണം എന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അങ്ങനെ ഒരുങ്ങുമ്പോഴാണ് ഒരുപാട് ഇബാദത്തുകളിൽ നമുക്ക് മുന്നേറാൻ സാധിക്കുക. നമുക്ക് വേറെ എന്താ ഇവിടെ ദുനിയാവിൽ കൂടുതലായിട്ടുള്ള പ്രശ്നമുള്ളത്? നമ്മൾ ആലോചിച്ച് നോക്കി. അൽഹംദുലില്ലാ, അള്ളാഹ് നമുക്ക് വലിയ തൗഫീഖ് നൽകിയിട്ടുണ്ട്. ഇപ്പോ അള്ളാഹിനെ അറിയാത്ത ആളുകൾ, അവരിൽ ഒരാൾ രാത്രി ഉറങ്ങുമ്പോ അവർക്ക് അവരുടെ റിസ്കിനെ കുറിച്ചുള്ള പേടിയാണ്, അവരുടെ മറ്റുള്ള ആരോഗ്യത്തിനെ കുറിച്ചുള്ള പേടിയാണ്, അവരുടെ മരണത്തെ കുറിച്ചുള്ള പേടിയാണ്, അവരുടെ കച്ചവട നഷ്ടത്തിനെ കുറിച്ചുള്ള പേടിയാണ്. അങ്ങനെ ഒരുപാട് പേടികളിലാണ് അള്ളാഹിനെ അറിയാത്ത ആളുകൾ ജീവിക്കുന്നത്. നമ്മൾ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, മുവഹിദിനെ സംബന്ധിച്ചിടത്തോളം, യഥാർത്ഥ ഒരു മൻഹജ്, സഹാബികളുടെ മൻഹജ് ബോധ്യപ്പെട്ട ഒരാളെ സംബന്ധിച്ചിടത്തോളം അവന്റെ റിസ്കിന്റെ വിഷയത്തിൽ അവന് കൃത്യമായ ഒരു വിശ്വാസം അവന്റെ മുന്നിലുണ്ട്.
അവന്റെ മരണത്തിന്റെ വിഷയത്തിൽ അവൻ അള്ളാഹുലേക്ക് പോകേണ്ടവനാണെന്നുള്ള ഉറച്ച ബോധമുണ്ട്. അതുപോലെ ഓരോ വിഷയത്തിലും അള്ളാഹുമായി ബന്ധപ്പെടുത്തി അവന് സമാധാനം കണ്ടെത്താനുള്ള അവസരമുണ്ട്. അപ്പൊ അള്ളാഹുമായിട്ട് നമുക്ക് എന്താണോ എത്രയാണോ നേടിയെടുക്കാൻ പറ്റുക അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ ഷിത്തായിനെ പറ്റി പറഞ്ഞത് ആ രീതിയിലാണ്. ഷിത്തായ് എന്നുള്ളത് നമ്മളിതാ ഇനി വരാൻ പോകുന്ന നമ്മുടെ നാട്ടിൽ നോക്കുകയാണെങ്കിൽ ഒരു മാസം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു മാസത്തിന്റെ പകുതി കൂടി ആയിക്കഴിഞ്ഞാൽ ഷിത്തായിന്റെ ആരംഭമാകും. ഒന്ന് ഒരുങ്ങി നോക്കി, നമ്മളൊന്നും ഒരുങ്ങുക. ഞാൻ ഇപ്രാവശ്യത്തെ ഷിത്തായിൽ എന്റെ രാത്രി നിസ്കാരം അത് ഞാൻ തുടർച്ചയായിട്ട് ചെയ്യാൻ, അതിലൊരു സ്ഥിരത നേടിയെടുക്കാൻ ഞാൻ ശ്രമിക്കും. നമ്മുടെ നിയ്യത്തുകളാണ് നമ്മുടെ അമലുകളായി മാറുക. അതുകൊണ്ട് അങ്ങനെ ഒരു നിയ്യത്തിൽ നമ്മൾ ഒരുങ്ങുക. എന്നിട്ട് പറയാണ് ഖാല മുഹമ്മദ് ഇബ്നു ഹുസൈൻ അൽ അജുരി റഹിമഹുല്ലാഹ്, അദ്ദേഹം പറയാണ് യംബഗി ലിമൻ കാന ലഹു ഹദ്ദുൻ മിനൽ ലൈൽ അൻ യദൂമ അലൈഹി വയുറാഇയഹു. നീ രാത്രി നിസ്കരിക്കുന്ന ഒരാൾ അവൻ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അത് നിലനിർത്താൻ, സ്ഥിരമായി ചെയ്യാൻ അവൻ ശ്രദ്ധിക്കണം. നമുക്കറിയാം ഹദീസുകൾ വന്നിട്ടുണ്ട്, അഹബ്ബുൽ അമലി ഇലല്ലാഹ് അദ്വമുഹു ഇൻ ഖല്ല. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള എന്താണ്? കുറച്ചാണെങ്കിലും 2 റക്അത്ത് മതി. പക്ഷെ സ്ഥിരം ചെയ്യുന്ന ഒരാളാണെങ്കിൽ അതാണ് ഏറ്റവും അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യം. ഒരു ദിവസം 11 റക്അത്ത് നിസ്കരിക്കാൻ, പിന്നെ ഒരാഴ്ച നിസ്കാരമില്ല, പിന്നെ ഒരു ദിവസം 4 റക്അത്ത് നിസ്കരിക്കും, പിന്നെ 2 ആഴ്ചക്ക് നിസ്കാരമില്ല. എന്നാ വേറൊരാള് 2 റക്അത്ത് മാത്രമേ നിസ്കരിക്കണുള്ളൂ, അല്ലെങ്കിൽ വിത്തർ 3 റക്അത്ത് കൃത്യമായിട്ട് അത് നിസ്കരിക്കുക, അല്ലെങ്കിൽ രാത്രി എഴുന്നേറ്റ് ചുരുങ്ങിയ 2 റക്അത്ത് അത് സ്ഥിരമായി ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളത്. അജുരി റഹിമഹുല്ലാഹ് പറയാണ്, നിസ്കരിക്കുന്ന ആള് അത് സ്ഥിരമായി ചെയ്യാൻ ശ്രദ്ധിക്കണം. ഖല്ല ദാലിക ഔ കസുറ, അത് കുറവാണെങ്കിലും കൂടുതലാണെങ്കിലും. വയതഹദ്ദറു മിൻ ഫതൂരി നഫ്സ്, അവന്റെ നഫ്സിന് ഒരു മടുപ്പ് തോന്നുന്ന അവസ്ഥ ഉണ്ട്. മടുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചെയ്യണ്ട എന്ന് വിട്ടിട്ട് അതിനെ മുറിച്ചു കളയുന്ന ഒരു അവസ്ഥ നഫ്സിന് വരാനുണ്ട്, സ്വന്തം നഫ്സിന്. അത് സൂക്ഷിക്കണം. ഫഇന്ന നഫ്സ റുബ്ബമാ ഫഖറത് വസ്തലദ്ദത് അന്നൗം ഫീ വഖ്തിൽ ഖിയാം. കാരണം നഫ്സ് പലപ്പോഴും കൂടുതൽ പ്രേരിപ്പിക്കുക നിന്ന് നിസ്കരിക്കുന്ന സമയത്ത് ഉറക്കം ആസ്വദിക്കുക എന്ന് പറഞ്ഞ് നഫ്സ് അവൻ എന്തായും പിൻവലിക്കുന്ന അവസ്ഥയുണ്ടാവും. ഫസയ്യന ലഹു ശൈത്താനു അന്നൗം, അത് മാത്രമല്ല ശൈത്താൻ അവന് ഉറക്കത്തെ ഒന്നുകൂടി നല്ലതായി കാണിച്ചു കൊടുക്കും. ഉറങ്ങിക്കോ, ഉറക്കാണ് നല്ലത് എന്ന നിലക്ക് ഉറക്കത്തെ കാണിച്ചു കൊടുക്കും. ലിയനാമ അനിൽ ഖിയാമി ഹസദൻ മിൻഹു ലിൽ മുഅ്മിൻ. എന്തിനു വേണ്ടിയിട്ട് ശൈത്താൻ ആ പണിയെടുക്കുന്നത്? മുഅ്മിനീങ്ങളോടുള്ള അസൂയ കാരണത്താൽ അവർ ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ച് ശൈത്താൻ ആ പണിയെടുക്കും. ഫയംബഗി ലിമൻ അഹസ്സ ബിദാലിക മിൻ നഫ്സിഹി അൻ യുക്സിറ الذكر لله عز وجل عند استيقاظه وينضح الماء على وجهه. ആർക്കെങ്കിലും രാത്രി നിസ്കരിക്കാൻ എഴുന്നേൽക്കുമ്പോൾ ഈ ഒരു തോന്നൽ വരികയാണെങ്കിൽ, ഉറങ്ങാം അല്ലെങ്കിൽ ഉറക്കാൻ നല്ല രസമുള്ളത് ഉറക്കാണ്, അങ്ങനെ ചെയ്യാന്ന് തോന്നുകയാണെങ്കിൽ അവൻ എന്ത് ചെയ്യട്ടെ? ആ സമയത്ത് അള്ളാഹുവിനെ കുറിച്ച് ദിക്ർ വർദ്ധിപ്പിക്കട്ടെ. ധാരാളം അള്ളാഹുവിനെ കുറിച്ച് ദിക്ർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറക്കത്തിൽ എഴുന്നേൽക്കുമ്പോൾ ദിക്റുകൾ ഒരുപാട് വന്നിട്ടുണ്ട്. നമ്മൾ സാധാരണ കേട്ടിട്ടുള്ള ഒരു 4 അപ്പുറത്തേക്ക് പല രീതിയിൽ, ഇപ്പോ 10 സുബ്ഹാനല്ലാഹ്, 10 അൽഹംദുലില്ലാഹ്, 10 ലാ ഇലാഹ ഇല്ലല്ലാഹ്, 10 അസ്തഗ്ഫിറുല്ലാഹ്, 10 അല്ലാഹു അക്ബർ, ആ രീതിയിൽ വന്നിട്ടുണ്ട്. ചില ആയത്തുകൾ പ്രത്യേകം ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് അത് പാരായണം ചെയ്യുന്ന വന്നിട്ടുണ്ട്. അതുപോലെ വേറെയും പല ദുആകളും ആ വിഷയത്തിൽ വന്നിട്ടുണ്ട്. അപ്പൊ ധാരാളം ഒരാൾക്ക് രാത്രി നിസ്കരിക്കാൻ എഴുന്നേൽക്കുമ്പോ പിന്നെ ഒരു ഉന്മേഷം കിട്ടുന്നില്ല, ഉറങ്ങിപ്പോവുകയാണ്, മടുപ്പ് വന്നാണെങ്കിൽ ധാരാളം അള്ളാഹുവിനെ കുറിച്ച് ദിക്ർ അവൻ വർദ്ധിപ്പിക്കട്ടെ. വെറുതെ കിടന്നിട്ട് തന്നെ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, അതുപോലെയുള്ള ദിക്ർ അവൻ വർദ്ധിപ്പിക്കട്ടെ. അതുപോലെ തന്നെ പറയാണ് വയംബഹുൽ മാ അലാ വജ്ഹിഹി, അവൻ എഴുന്നേറ്റ് അവന്റെ മുഖത്ത് വെള്ളം തെളിക്കട്ടെ, അവൻ മുഖം കഴുകട്ടെ എന്നുള്ളത്. കാരണം ആ ഉറക്കം പോകാൻ വേണ്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയിൽ നിസ്കരിക്കുമ്പോ, രാത്രി നിസ്കാരത്തിന് എഴുന്നേൽക്കുമ്പോ ആദ്യം ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൈകൊണ്ട് മുഖം തുടച്ച് ആ ഉറക്കത്തിന്റെ ആ ഒരു അവസ്ഥ അത് പോകാൻ വേണ്ടിയിട്ട് മുഖം തുടക്കാറുണ്ടായിരുന്നു എന്ന് ഹദീസിൽ കാണാം. അല്ലെങ്കിൽ മുഖം കഴുകുക. فإنه ينطرد عنه ما أمله الشيطان من الفطور عن القيام والله أعلم. അങ്ങനെ ചെയ്താൽ ഈ രാത്രി നിസ്കരിക്കാൻ എഴുന്നേൽക്കുന്നതിൽ നിന്ന് ശൈത്താൻ ഒരാളെ മടുപ്പിക്കുന്ന, ഉറക്കത്തിലേക്ക് പ്രോത്സാഹിപ്പിക്കുന്നതിൽ നിന്ന് അത് ഒഴിവാക്കി കിട്ടാൻ അവന് സാധിക്കും രാത്രി എഴുന്നേൽക്കുമ്പോൾ. അപ്പൊ ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. രാത്രി നിസ്കാരം നമ്മൾ ശീലിക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഉള്ളതുണ്ട്, എഴുന്നേൽക്കുമ്പോൾ ഉള്ളതുണ്ട്. എഴുന്നേൽക്കുമ്പോൾ പെട്ട കാര്യമാണ് ധാരാളം അള്ളാഹുവിന് ദിക്ർ ചെയ്യുക എന്നുള്ളത്.
അതിൽ വളരെ ഉപകരിക്കുന്ന ആയത്തുകളാണ് സൂറത്ത് ആലി ഇമ്രാനിലെ അവസാനത്തെ 10 ആയത്തുകൾ. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് എന്ന് തുടങ്ങുന്ന ആ ആയത്തുകൾ അതൊന്ന് ഉറ്റാലോചിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുന്നേൽക്കാൻ പ്രേരണ ലഭിക്കും. അതുപോലെ ധാരാളം ദിക്റും മുഖം കഴുകുകയും അതുപോലെ ലൈറ്റ് ഇടുക, നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ആ സമയത്ത് ചെയ്യാവുന്നതാണ്. ഇനി ഈ വിഷയം ഇവിടെ പറയാനുള്ള കാരണം ഇതുമായി ബന്ധപ്പെട്ട ഒരു ഹദീസാണ് അടുത്ത് പറയുന്നത്. حدثنا أبو بكر عبد الله بن محمد بن عبد الحميد الواسطي قال حدثنا محمد بن أبي عبد الرحمن المقرئ قال حدثنا سفيان بن عيينة عن أبي الزناد عن الأعرج عن أبي هريرة قال قال رسول الله صلى الله عليه وسلم صلى الله عليه وسلم പറഞ്ഞ ഹദീസ് إذا نام أحدكم നിങ്ങളിൽ ഒരാൾ ഉറങ്ങുന്ന സന്ദർഭത്തിൽ, രാത്രി നിസ്കാരത്തിന് ബുദ്ധിമുട്ടുന്ന ഏതൊരാളും ചിന്തിക്കേണ്ട കേൾക്കേണ്ട ഒരു ഹദീസാണ്. ഇദാ നാമ അഹദുക്കും നിങ്ങളിൽ ഒരാൾ ഉറങ്ങുന്ന സന്ദർഭത്തിൽ അഖദ ശൈത്താനു അലാ റഅസിഹി 3 ഉഖദിൻ ശൈത്താൻ 3 കെട്ടുകൾ നിങ്ങളുടെ തലയിൽ കെട്ടും. 3 കെട്ടുകൾ നിങ്ങളുടെ തലയിൽ കെട്ടും. ചെറിയ വായത്തിൽ പെരടിയിൽ ഖാഫിയത്ത് റഅസ് പെരടിയിൽ കെട്ടും. അത് എങ്ങനെയുള്ള കെട്ടാണ്? ചില പണ്ഡിതന്മാർ പറഞ്ഞത് ഹഖീഖയായിട്ടുള്ള പിശാചിന്റെ ഒരു കെട്ടാണത്. അല്ലെങ്കിൽ നമുക്കറിയാത്ത രീതിയിൽ ഗൈബിയായ രീതിയിൽ കെട്ടിടും. യദ്രിബു കുല്ല ഉഖ്ദത്തിൻ അലൈക ലൈലുൻ തവീലുൻ ഐ ഉഖ്ദ് ആ ഓരോ കെട്ടിലും ശൈത്താൻ അതിൽ വെച്ചിട്ടുള്ളത് രാത്രി കുറച്ചുകൂടി ഉണ്ട്, നിങ്ങൾ ഉറങ്ങിക്കോ, ഈ ഉറങ്ങിക്കോ, രാത്രി ഇനി കുറച്ചുകൂടി സമയമുണ്ട്, ഈ ഉറങ്ങിക്കോ, അതായിരിക്കും. ഫൈൻ ഇസ്തൈഖള ഫദകറല്ലാഹ് ഇൻഹല്ലത് ഉഖ്ദത്തുൻ അവൻ എഴുന്നേറ്റ് അള്ളാഹുവിനെ ദിക്ർ ചെയ്താൽ, അൽഹംദുലില്ലാഹി അല്ലദീ അഹ്യാനാന്നോ അല്ലെങ്കിൽ റദ്ദ ഇലയ്യ റൂഹി അതുപോലെയുള്ള മറ്റുള്ള ദുആകൾ ഏതെങ്കിലും അല്ലെങ്കിൽ ദിക്റുകൾ അത് ചൊല്ലിക്കൊണ്ട് അവൻ ചൊല്ലിക്കഴിഞ്ഞാൽ ഒരു കെട്ടഴിയും. ഫൈൻ തവദ്ദഅ ഇൻഹല്ലത് ഉഖ്ദത്തുൻ അവൻ വുദൂ എടുത്താൽ രണ്ടാമത്തെ കെട്ടഴിയും. ഫൈൻ സല്ല ഇൻഹല്ലത്തിൽ ഉഖദു കുല്ലുഹാ അവൻ നിസ്കരിച്ചാൽ 3 കെട്ടുകൾ കഴിയും. 3 കെട്ടുകൾ കഴിയും. ഖാല ഫയുസ്ബിഹു തയ്യിബുൻ നഫ്സി നശീത അവൻ രാവിലെ ആകുന്നത് ഉന്മേഷവാനായിട്ടായിരിക്കും. വഇല്ലാ അസ്ബഹ ഖബീസൻ നഫ്സി കസ്ലാന അതല്ല എങ്കിൽ മടിയനായിരിക്കും അവൻ രാവിലെ എഴുന്നേൽക്കുക. അതാണ് രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സന്ദർഭത്തിൽ പിശാച് 3 കെട്ടുകൾ ഇടുന്നതാണ്. ആ 3 കെട്ടുകളിലും രാത്രി ദൈർഘ്യമേറിയതാണ്. നീ ഉറങ്ങിക്കോ ഉറങ്ങിക്കോ എന്നുള്ളതാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ ഒക്കെ ഉറക്കത്തിൽ നമ്മൾ ആലോചിച്ച് നോക്കി, നമ്മളെല്ലാവരും രാത്രി നിസ്കാരത്തിന് ചിലപ്പോ സ്ഥിരമായി നിസ്കരിക്കുന്നവർക്ക് ഒരു നഷ്ടപ്പെടുന്ന ഒരു കാലം ഉണ്ടാവും. ആ കാലത്ത് ആലോചിച്ചാൽ മതി. അതിൽ നമ്മൾ അലാറം വെച്ചിട്ടുണ്ട്, എഴുന്നേൽക്കാനുള്ള എല്ലാ സൗകര്യം ചെയ്തിട്ടുണ്ട് എങ്കിലും നമ്മൾ ചിലപ്പോഴൊക്കെ എന്തുണ്ടാകും, നമുക്ക് തോന്നും കുറച്ചേരം കൂടി ഉറങ്ങാം, സമയമുണ്ട് എന്നാണ്. യഥാർത്ഥത്തിൽ അത് ശൈത്താനിന്റെ നമ്മുടെ മേലുള്ള കെട്ടുകളിൽപ്പെട്ട കാര്യമാണ്. അതൊന്ന് മാറി കിട്ടിയാൽ മതിയാവും നമുക്ക് നിസ്കരിക്കാൻ വേണ്ടിയിട്ട്. അത് മാറി കിട്ടാൻ 3 കാര്യങ്ങളാണ്. ഒന്നെന്താണ്? അള്ളാഹുവിനെ ദിക്ർ ചെയ്യുക, ആ സമയത്ത് അള്ളാഹുവിനെ ധാരാളം ഓർക്കുക. രണ്ടാമത്തേത് എഴുന്നേറ്റ് വുളു എടുക്കുക. ആ എഴുന്നേറ്റ് വുളു എടുക്കാനുള്ള ഒരു ശ്രമം നമ്മുടെ ഭാഗത്തുണ്ടായാൽ മതി. എഴുന്നേറ്റ് വുളു എടുക്കാനുള്ള ഒരു ശ്രമം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടായാൽ മതി. വുളു എടുക്കുക. പിന്നെ 3-ാമത്തേത് നിസ്കരിക്കുക. അത് ചെയ്തു കഴിഞ്ഞാൽ എന്തായി? ആ കെട്ടുകൾ അഴിഞ്ഞു പോകുന്ന അവസ്ഥയുണ്ടായി. അങ്ങനെയുള്ള ആള് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, രാത്രി നിസ്കരിച്ച് ദിവസത്തിൽ പ്രഭാതം രാവിലെ എന്നുള്ളത് നമുക്ക് വലിയ ബറക്കത്തായിരിക്കും, ഭയങ്കര ഉന്മേഷമായിരിക്കും. നമുക്ക് കാര്യങ്ങൾ ഒരുപാട് ചെയ്യാൻ സാധിക്കും. നമ്മൾ തലേ ദിവസം രാത്രി നിസ്കരിക്കാതെ ചെയ്തിരുന്ന ഒരു കാര്യത്തേക്കാൾ രാവിലെ ഖുർആൻ പാരായണം കൂടുതൽ ചെയ്യാൻ സാധിക്കും. മറ്റു പല കാര്യങ്ങളും നമുക്ക് ഉന്മേഷം കിട്ടും. നമ്മുടെ എല്ലാ മേഖലയിലും ദുന്യവിയായ വിഷയങ്ങളിലും നമുക്കൊരു ഉന്മേഷവും താല്പര്യവും കൂടും. രാത്രി നിസ്കരിക്കാത്ത ആളാണെങ്കിലോ മടിയനായിട്ട് പോകുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. ഈ ഹദീസിനെ എല്ലാം അധിക ആളുകൾ മനസ്സിലാക്കിയിട്ടുള്ളത് അത് ഫജ്ർ നിസ്കാരവുമായി ബന്ധപ്പെട്ട ഹദീസാണ് ഇത് എന്നാണ് ധാരാളം നമ്മുടെ നാടുകളിലൊക്കെ പറയാറുള്ളതും ഈ ഹദീസ് വന്നിട്ടുള്ളതും. കാരണം ഈ ഹദീസിന്റെ മറ്റൊരു റിവായത്തിൽ ഇതേ ലഫ്ദിൽ തന്നെ അവസാനത്തിൽ വരുന്നത്, ഈ കിതാബിൽ അടുത്ത് വരുന്നുണ്ട്, വബാല ശൈത്താനു ഫീ ഉദ്നിഹി അവൻ രാവിലെ എഴുന്നേൽക്കാതെ, അതിന്റെ അവസാന ഭാഗം വലം യതവദ്ദ വലം യുസല്ലി അസ്ബഹത്തിൽ ഉഖദു കുല്ലുഹാ കഹൈഅതിഹാ അവൻ വുദു എടുത്തില്ല, നിസ്കരിച്ചില്ല എങ്കിൽ ആ കെട്ടൊക്കെ അതേപോലെ ഉണ്ടാകും. വബാല ശൈത്താനു ഫീ ഉദ്നിഹി അവന്റെ ചെവിയിൽ ശൈത്താൻ മൂത്രിച്ചിട്ടുണ്ടാകും എന്ന് പറയുന്നുണ്ട്.
ആ മൂത്രിക്കൽ ഹഖീഖിയായിട്ടാണെന്ന ഉലമാക്കൾ പറഞ്ഞത്. ശരിക്ക് ശൈത്താന്റെ ടോയ്ലറ്റ് ആയിട്ട് മൂത്രിക്കാനുള്ള സ്ഥലമായിട്ട് രാത്രി നിസ്കരിക്കാതെ ഉറങ്ങുന്ന ആളുകളുടെ ചെവി ആകുന്നതാണ്. എന്താ ചെവി പറയാനുള്ള കാരണം? ചെവിയെ ഹാസത്തുൽ ഇന്തിബാഹ് എന്ന് പറയാറുള്ളത്. കാരണം ഒരാള് ഒരു ഉണർവിലാകാൻ, ഒരാൾ എന്തെങ്കിലും ഉണരാൻ വേണ്ടിയിട്ടുള്ള കാര്യം എന്താണ്? അവന്റെ ചെവിയാണ്. നമ്മൾ എന്താ ചെയ്യാറ്? രാത്രി ലൈറ്റ് ഓൺ ആവാനുള്ള നോക്കാൻ ഒന്ന് അലാറം വെക്കുക ചെയ്യാറ്. ഒരാളെ വിളിച്ച് എഴുന്നേൽപ്പിക്കാൻ, അത് ഗഫ്ലത്തിൽ നിന്ന് പിന്നെ എഴുന്നേൽപ്പിക്കാനാണെങ്കിലും ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിക്കാനാണെങ്കിലും ഉപകരിക്കുന്ന കാര്യം എന്താണ്? അവൻ കേൾക്കുക എന്നുള്ളതാണ്. ഖുർആനിൽ അല്ലാഹു തആല കേൾവിയും കാഴ്ചയൊക്കെ പറയുമ്പോൾ ആദ്യം എന്തിനെ പറ്റിയാ പറയാ? കേൾവിയെ പറ്റിയിട്ടാണ്. മനുഷ്യൻ ആദ്യം പിന്നെ പ്രവർത്തനം ആരംഭിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിൽ ഒന്നാമത്തെ കാര്യം എന്താണ്? ചെവിയാണ്. അപ്പൊ അതുകൊണ്ടാണ് ശൈത്താൻ അവിടെ മൂത്രിക്കും എന്ന് പറയുന്നത്. ആരാണത് ഇഷ്ടപ്പെടുക? ഇതൊരിക്കലും ഫജ്ർ നിസ്കാരത്തിനെ ബന്ധപ്പെട്ടിട്ടല്ല. കാരണം സഹീഹുൽ ബുഖാരിയിൽ ഇമാം ബുഖാരി റഹിമഹുല്ലാ ഈ ഹദീസുകൾ കൊടുത്ത ബാബിന്റെ പേരെന്താ അറിയോ? ബാബുൻ ഉഖദു ശൈത്താൻ അലാ ഖാഫിയത്തി റഅസി ഇദാ ലം യുസല്ലി ബില്ലൈൽ. ശൈത്താൻ പെരടിയിൽ കെട്ടുന്ന കെട്ട് അവൻ രാത്രിയിൽ നിസ്കരിച്ചില്ലെങ്കിൽ. ആ ബാബിലാണ് ഈ ഹദീസുകൾ കൊടുത്തിട്ടുള്ളത്. ഇത് ഫജ്റുമായി ബന്ധപ്പെട്ടിട്ടല്ല, രാത്രി നിസ്കാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹദീസുകളാണ് വന്നിട്ടുള്ളത്. അപ്പോ ഈ കെട്ടുകൾ ഒഴിവാക്കാനുള്ള മാർഗമുണ്ട്. അതല്ല എങ്കിൽ പിശാചിന് മൂത്രിക്കാനുള്ള സ്ഥലമായിട്ടാണ് നമ്മുടെ ചെവി മാറുന്നത് എന്നൊന്ന് ആലോചിച്ച് നോക്കി. പിശാചിനെ ഏറ്റവും വലിയ നജീസാണ്, ഏറ്റവും വലിയ റജീമാണ്, ആട്ടിപ്പായിക്കേണ്ടവനാണ്. അവന് മൂത്രിക്കാനുള്ള സ്ഥലമാണ് നമുക്ക് ഇന്തിബാഹ്, നമുക്ക് ദീന് കേൾക്കാനും ചിന്തിക്കാനും മനസ്സിലാക്കാനുമായിട്ടുള്ള അള്ളാഹു ഒരുക്കിയിട്ടുള്ള കേൾവി, അതിനുള്ള അവയമായിട്ടുള്ള കാത് അവൻ മൂത്രിക്കാനുള്ള ഒരു സ്ഥലമായിട്ട് തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു അവസ്ഥ എത്ര അപകടം നിറഞ്ഞ, എത്ര മോശപ്പെട്ട ഒരവസ്ഥയായിരിക്കുമെന്ന് ചിന്തിക്കുക. അടുത്ത ഒരു ഹദീസ്. قال حدثنا أبو بكر بن عبد الحميد قال حدثنا يعقوب بن إبراهيم الدورقي قال حدثنا يحيى بن سعيد عن ابن عجلان حدثني القعقاع بن حكيم عن أبي صالح عن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഈ ഹദീസ് കുടുംബജീവിതത്തിൽ രാത്രി നിസ്കാരത്തിന്റെ ഒരു സ്വാധീനം എത്രത്തോളമാണെന്ന് അറിയിക്കുന്നതാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റഹിമല്ലാഹു റജുലൻ ഖാമ മിനൽ ലൈലി ഫസല്ല വഅയ്ഖള ഇംറഅതഹു ഫസല്ലത്. റസൂലുള്ളാഹി പറയുന്നു, അല്ലാഹ് കാരുണ്യം ചൊരിയട്ടെ. ഒരു വ്യക്തി അവൻ രാത്രി നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റു. അങ്ങനെ അവൻ നിസ്കരിച്ചിട്ട് അവന്റെ ഭാര്യയെ നിസ്കരിക്കാൻ വേണ്ടി വിളിച്ചു. ഫൈനബത്, അവൾ എഴുന്നേറ്റില്ല. നളഹ ഫീ വജ്ഹിഹാ മിനൽ മാ, അവൻ കുറച്ച് വെള്ളം എടുത്ത് എണീക്കാൻ വേണ്ടിയിട്ട് ഭാര്യയുടെ മുഖത്ത് വെള്ളം തെളിച്ചു. വറഹിമല്ലാഹു ഇംറഅതൻ, അല്ലാഹു ഒരു സ്ത്രീയോട് കാരുണ്യം കാണിക്കട്ടെ. ഖാമത് മിനൽ ലൈൽ, അവൾ രാത്രി എഴുന്നേറ്റ് നിസ്കരിച്ചു. ഫസല്ലത് ثم أيقظت زوجها, അതിന്റെ പിന്നെ ഭർത്താവിനെ വിളിച്ച് എണീപ്പിച്ചു. ഫഇൻ അബാ, പക്ഷെ ഭർത്താവ് എഴുന്നേൽക്കുന്നില്ല, ഉറക്കത്തിൽ മുഴുകിപ്പോവാ. നളഹത് ഫീ വജ്ഹിഹി മിനൽ മാ, എന്ത് ചെയ്തു? കുറച്ച് വെള്ളം എടുത്തിട്ട് ഭർത്താവിന്റെ മുഖത്ത് തെളിച്ചു. ഇങ്ങനെയുള്ള ഭാര്യയ്ക്കും ഭർത്താവിനും അല്ലാഹു സുബ്ഹാനഹു വ തആല കാരുണ്യം ചൊരിയട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ഈ ഒരു ഹദീസ് ഭാര്യാഭർത്താക്കന്മാർക്കിടയിൽ കുടുംബജീവിതത്തിൽ പല പ്രശ്നങ്ങളാൽ ബുദ്ധിമുട്ടുന്നവർ, അല്ലെങ്കിൽ പിശാചിന്റെ ഇടപെടൽ കാരണം എപ്പോഴും വഴക്കും പ്രശ്നങ്ങളും ഉണ്ടാകുന്നവർ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നവർ, അവർക്കുള്ള ഏറ്റവും നല്ലൊരു പരിഹാരമാണ് ഇത് ചെയ്യുക. ഭർത്താവ് ഭാര്യയെ, ഭാര്യ ഭർത്താവിനെയോ രാത്രി നിസ്കരിച്ചിട്ട് അവർ നിസ്കരിക്കാൻ വേണ്ടി വിളിച്ച് എണീപ്പിക്കുക എന്നുള്ളത് ഏറ്റവും ഉപകരിക്കുന്ന കാര്യമാണ്. ഇതൊരിക്കലും ഒരു ഉപദ്രവമായിട്ട് മാറരുത്. ചിലപ്പോൾ ഭാര്യ കുറെ പണിയെടുത്ത് ക്ഷീണിച്ചിരിക്കാവും, ഭർത്താവ് ചിലപ്പോൾ ഒരു പണിയെടുക്കാതെ കുഴപ്പമുണ്ടാവില്ല. ഭർത്താവിന് സുഖമായിട്ട് രാത്രി നിസ്കരിച്ചിട്ട് എഴുന്നേൽക്കാത്തതിന്റെ പേരിൽ അടിക്കുന്ന ഉപദ്രവിക്കുന്ന ആവരുത്. അല്ലെങ്കിൽ ഭർത്താവ് കുറെ ജോലി ചെയ്ത് വന്ന് ക്ഷീണിച്ചായിരിക്കും ഭാര്യ വിളിച്ച്, അങ്ങനെ ആവരുത്. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി സുദീർഘമായി നിന്ന് നിസ്കരിച്ചിട്ട് ആയിഷ ബീവി ഉറങ്ങായിരിക്കും. എന്നിട്ട് അവസാന സമയമാകുമ്പോൾ ആയിഷ ബീവിനെ വിളിച്ചായിരിക്കും, ആയിഷ നീ വിത്ർ നിസ്കരിക്കുക പറയും. കാരണം ചില ആളുകൾക്ക് അത്രേ പറ്റുന്നുണ്ടാവുള്ളൂ, ആളുകളുടെ അവസ്ഥ വ്യത്യസ്തമായിരിക്കും. അപ്പൊ നീ വിത്ർ നിസ്കരിക്കുക ആയിഷ എന്ന് പറഞ്ഞിട്ട് അവരെ കൊണ്ട് സാധിക്കുന്നത് വിത്രാണെങ്കിൽ അതിന് മാത്രം വിളിച്ചെഴുന്നേൽപ്പിക്കുമായിരുന്നു. രാത്രി മൊത്തം നിസ്കരിച്ചിട്ടുണ്ട്, അപ്പൊ അതിന് മൊത്തം വേണമെങ്കിൽ വിളിച്ച് എണീപ്പിക്കുക. പക്ഷെ ആയിഷ ബീവിക്ക് മറ്റു ക്ഷീണോ ബുദ്ധിമുട്ടോ കാരണമായിരിക്കാം ഉറങ്ങിയിട്ട് വിത്റിന് മാത്രം എഴുന്നേൽപ്പിക്കാറുണ്ട്. അപ്പോ അതുപോലെ തന്നെ സലഫുകളുടെ വനിതകൾ അവർ പിന്നെ ഭർത്താവിനെ വിളിച്ചെഴുന്നേൽപ്പിച്ചൊരു സംഭവം കാണാം. അതിൽ ആ ഭാര്യ ഭർത്താവിനോട് പറയുന്നുണ്ട്,
ആളുകളൊക്കെ മുന്നിട്ട് പോയിട്ടുണ്ട്, നമ്മൾ വളരെ പിന്നിലാണ്, അതുകൊണ്ട് നമുക്ക് എഴുന്നേറ്റ് നിസ്കരിക്കാമെന്ന് പറഞ്ഞ് പരസ്പരം എഴുന്നേൽപ്പിക്കുന്നവർ. ഇങ്ങനെ ഒരു ജീവിതമാണ് ദാമ്പത്യ ജീവിതത്തിൽ അള്ളാഹുലേക്ക് അടുപ്പിക്കുന്ന ഭാര്യയും ഭർത്താവും ഇതുപോലെ ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ച അള്ളാഹുവിന്റെ കാരുണ്യം അവരുടെ ഇടയിൽ ഉണ്ടാവും. ഒന്ന് ശ്രമിച്ചു നോക്കി. അള്ളാഹുവിന്റെ കാരുണ്യമുണ്ടോ അവിടെ ഏറ്റവും നല്ല സമാധാനവും അവരുടെ മക്കൾ നന്നാവുന്നതിലും അവരുടെ കുടുംബത്തിന്റെ വീടിന്റെ അന്തരീക്ഷം തന്നെ മാറുന്നതിൽ വലിയ സ്വാധീനം ചെലുത്തുന്ന കാര്യമാണ് രാത്രി നിസ്കരിക്കുക എന്നത്. മറ്റൊരു ഹദീസ് ഇതിനോടൊപ്പം വായിക്കേണ്ടതാണ്, അതുകൊണ്ട് അത് കൂടി വായിക്കുകയാണ്. وحدثنا إبراهيم بن موسى الجوزي قال حدثنا العباس بن محمد الدوري قال حدثنا عبيد الله بن موسى قال حدثنا شيبان بن عبد الرحمن عن الأعمش عن علي بن الأقمر عن الأغر أبي مسلم عن أبي سعيد الخدري قال قال رسول الله صلى الله عليه وسلم من استيقظ من الليل وأيقظ أهله ആരാണോ രാത്രിയിൽ എഴുന്നേൽക്കുകയും അവന്റെ ഭാര്യയെ എഴുന്നേൽപ്പിക്കുകയും അവന്റെ ഇണയെ എഴുന്നേൽപ്പിക്കുകയും ഫസല്ലയാ റകഅതൈനി അവർ രണ്ടുപേരും 2 റക്അത്ത് നിസ്കരിക്കുകയാണ്, ജമീഅൻ ഒരുമിച്ച്, കുതിബാ മിനദ്ദാകിരീന അല്ലാഹ കസീറൻ വദ്ദാകിറാത്ത് അവരെ എന്തിൽ രേഖപ്പെടുത്തും? അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്ന സ്ത്രീ പുരുഷന്മാരിൽ അവർ രണ്ടുപേരെയും രേഖപ്പെടുത്തും. സൂറത്തുൽ അഹ്സാബിൽ അല്ലാഹു തആല പറഞ്ഞ എന്താണ്? അള്ളാഹുവിനെ ധാരാളം ഓർക്കുന്നവർക്ക് എന്താണ്? വഅഅദ്ദല്ലാഹു ലഹും മഗ്ഫിറതൻ വഅജ്റൻ അദീമ അവർക്ക് മഹത്തായ പ്രതിഫലമാണ്, സ്വർഗ്ഗമാണ് അള്ളാഹു ഒരുക്കിയിട്ടുള്ളത്. അപ്പോ ഈ ഭാര്യയും ഭർത്താവും, അഥവാ ഒരു ഭർത്താവ് അവൻ രാത്രി എഴുന്നേറ്റ് അവൻ രാത്രിയിൽ തന്റെ ഇണയെ തന്റെ കുടുംബത്തെ വിളിച്ച് എണീപ്പിച്ച് നിസ്കരിക്കാൻ 2 റക്അത്ത് നിസ്കരിക്കാൻ ഒരുമിച്ച്. ഉലമാക്കൾ ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഇടക്ക് രാത്രി നിസ്കാരം എന്ത് നിസ്കരിക്കാം? ജമാഅത്തായിക്കൊണ്ട് നിസ്കരിക്കാം. പുരുഷൻ മുന്നിൽ നിന്ന് ഭാര്യ പിന്നിലായി നിന്നുകൊണ്ട് ജമാഅത്തായി നിസ്കരിക്കാവുന്നതാണ്, അല്ലെങ്കിൽ വേറെ വേറെ ആയിട്ടും നിസ്കരിക്കാം. രണ്ടും കുഴപ്പമില്ല. പിന്നെ അങ്ങനെ ഒരുമിച്ച് അവർ നിസ്കരിക്കുക. ഒരുമിച്ച് പറഞ്ഞാൽ ജമാഅത്ത് എന്ന അർത്ഥം മാത്രമല്ല, ഒരേ സമയത്ത് അവർ നിസ്കരിക്കുകയാണ്. ആ നിസ്കരിച്ചു കഴിഞ്ഞാൽ അല്ലാഹു തആല അവരെ രേഖപ്പെടുത്തുന്നത് അള്ളാഹുവിനെ ധാരാളം ഓർക്കുന്ന സ്ത്രീകളിലും പുരുഷന്മാരിലും ആ ഭാര്യയും ഭർത്താവിനെയും അള്ളാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തുന്നതാണ്. നമ്മൾ ആലോചിച്ച് നോക്കി, അങ്ങനെ ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചാൽ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും ആ മാറ്റം നമുക്കുണ്ടാവും. എല്ലാ മേഖലയിലും. ഇപ്പൊ നമ്മൾ ശരിക്ക് ഇബാദത്തുകളെയും അള്ളാഹുവിനെയും എല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ ജീവിതത്തിന്റെ മറ്റു മേഖലകളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സഹായം വന്നെത്തുന്നതും അള്ളാഹു നമ്മോടൊപ്പം ഉണ്ടാവുന്ന നമുക്ക് ബന്ധിപ്പിക്കാൻ സാധിക്കണം. എന്നാലേ നമുക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവായിട്ടുള്ള ബന്ധത്തെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും അതിന്റെ പ്രതിഫലനം ഉണ്ടാക്കാൻ സാധിക്കും, നമുക്ക് കാണാൻ സാധിക്കും എല്ലാ മേഖലയിലും. അപ്പൊ അതിനുപകരിക്കുന്ന മഹത്തായിട്ടുള്ള കാര്യമാണ് രാത്രി നിസ്കാരം. അപ്പോ ഭാര്യയും ഭർത്താവും പരസ്പരം പ്രോത്സാഹിപ്പിക്കേണ്ട, സഹായിക്കേണ്ട ഒരു കാര്യമാണ് രാത്രി നിസ്കരിക്കാൻ. ചിലപ്പോൾ ഒരാൾ ഉറങ്ങിപ്പോകും, മറ്റേയാൾ വിളിച്ചെഴുന്നേൽപ്പിക്കുക, അല്ലെങ്കിൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ആ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ അള്ളാഹുവിന്റെ കാരുണ്യം ലഭിക്കുന്ന മഹത്തായ അള്ളാഹുവിൽ നിന്നുള്ള അള്ളാഹുവിനെ ഓർക്കുന്നവരിൽ രേഖപ്പെടുത്തുന്ന പ്രത്യേകമായിട്ടുള്ള പലതരത്തിലുള്ള അവസ്ഥയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ സ്ഥാനത്തായിട്ട് എത്തിക്കുന്നതാണ്. ഈ ബാബ് കഴിയും, ഒരു പേജ് കൂടി ഉള്ളത് കൂടി വായിച്ചിട്ട് പിന്നെ നമുക്ക് അടുത്ത ദിവസം അടുത്ത ബാബ് ആരംഭിക്കാം. ഇത്രയും അസറുകൾ പറഞ്ഞിട്ട് ഖാല മുഹമ്മദ് ഇബ്നുൽ ഹുസൈൻ അൽ-ആജിരി റഹിമഹുല്ലാഹ്, ആജിർ റഹിമഹുല്ലാഹ് പറയാണ്, ഫീമാ ദക്കർതുഹു വഖ്തസർതുഹു ബലാഗൻ ലിമൻ മനഅ നഫ്സഹു ലദ്ദത അൻ-നൗമി ഫആഥാർ അൽ-ഖിയാം. ഈ ഞാനിവിടെ അദ്ദേഹം പറയാണ്, ഞാനിവിടെ ചുരുക്കിയിട്ട് കൊടുത്തിരിക്കുകയാണ്. ആരാണോ അവന്റെ ഉറക്കത്തിന്റെ ആസ്വാദനത്തെ ഒഴിവാക്കി നിസ്കാരത്തിന് പ്രാധാന്യം കൊടുക്കുന്ന അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ചുരുക്കി പറയാൻ, വറാബഹ ബൈനൽ അഖ്ദാം അവൻ അവന്റെ കാലുകളിലാണ് റാഹത്ത് കാണുന്നത്. അതായത് നമുക്ക് ഉറങ്ങാന്നുള്ളത് റാഹത്താണ്, പക്ഷെ രാത്രി നിന്ന് നിസ്കരിച്ചിട്ട് അവന്റെ കാലുകളിലാണ് അവൻ റാഹത്ത് കണ്ടെത്തുന്നത്. വതനഅമ ബിതിലാവത്തിൽ ഖുർആൻ ഖുർആൻ പാരായണമാണ് അവൻ ഏറ്റവും ആസ്വാദനമായി കാണുന്നത്. യർജു ബിദാലിക റിദർ റഹ്മാൻ അങ്ങനെ അവൻ ആഗ്രഹിക്കുന്നത് റഹ്മാനായ റബ്ബിന്റെ തൃപ്തിയാണ്. നമ്മൾ ശരിക്കും ആലോചിച്ച് നോക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയിൽ നിന്ന് നിസ്കരിച്ചിട്ട് അത്രയും നീര് വരുമാറ് നിന്ന് നിസ്കരിക്കുമ്പോഴാണ് ഭാര്യമാര് ചോദിക്കുന്നത്, എന്താ റസൂലെ, പിന്നെ നിങ്ങളെല്ലാ പാപങ്ങളും പുറത്തു തന്നതല്ലേ? റസൂൽ പറഞ്ഞ വാക്കെന്താണ്? ഞാൻ നന്ദിയുള്ള അടിമയാകണ്ടേ, ഞാൻ നന്ദിയുള്ള അടിമയാകണ്ടേ. നമ്മളൊന്ന് മനസ്സിൽ ഒരു വര വരച്ച് നോക്കിയാൽ മതി. അള്ളാഹുവിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങൾ ഒന്ന് കണക്ക് കൂട്ടുക. നമ്മൾ അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ ഒന്ന് കണക്കൂട്ടി വെക്കുക.
അതില് തൗഹീദ് എന്നുള്ള അനുഗ്രഹം, അതുപോലെ തന്നെ മൻഹജ് സലഫ് എന്നുള്ള അനുഗ്രഹം, സുന്നത്ത് എന്നുള്ള അനുഗ്രഹം, അത് മാത്രം വെച്ചാൽ മതി. നമ്മൾ ജീവിതകാലം മുഴുവൻ സുജൂദ് ചെയ്താലും മതിയാവില്ല. ജീവിതകാലം മുഴുവൻ സുജൂദ് ചെയ്താലും മതിയാവില്ല. അത്രയും വലിയ നിഅമത്താണ്. അപ്പോ പിന്നെ ഭൗതികമായിട്ടുള്ളത് നോക്കിയാലോ, പിന്നെ അതിനപ്പുറത്തേക്ക് നോക്കിയാലോ ഒരുപാടുണ്ടായിരിക്കും. ഫലൗ ഷഹിദ്തഹു യാ അഖീ ഫിൽ ലൈലിൽ മുദ്ലിം ഫഖൽബുഹു ലിമാ യത്ലു മിനൽ ഖുർആനി മുതദബ്ബിറുൻ. നീ രാത്രി ആ ഇരുട്ടിൽ നിന്ന് നിസ്കരിക്കുന്ന സന്ദർഭത്തിൽ നിന്റെ കൽബ് ഖുർആനിന്റെ ആയത്തുകളെ കുറിച്ച് ഉറ്റാലോചിച്ചുകൊണ്ടുള്ള നിസ്കാരത്തിൽ നീ ഒന്ന് ശ്രദ്ധിച്ചാൽ, വബി അംസാലിഹി മുഅ്തബിറുൻ, ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുള്ള ഉപമകൾ അതിൽ നിന്ന് ഗുണപാഠം എടുക്കുന്ന അവസ്ഥയിൽ ചിന്തിച്ചുകൊണ്ട് നീ നിസ്കരിക്കുമ്പോൾ, വഫീമാ ഹകാ മുതഫക്കിറുൻ, ഖുർആനിൽ സൂചിപ്പിച്ചിട്ടുള്ള ഓരോ കാര്യത്തെക്കുറിച്ചും നീ ഉറ്റാലോചിക്കുമ്പോൾ, വബിൽ വഅദി വൽ വഈദി ലിനഫ്സിഹി മുദക്കിറുൻ, ഖുർആനിൽ ഓർമ്മപ്പെടുത്തിയിട്ടുള്ള വാഗ്ദാനങ്ങൾ, താക്കീതുകൾ, അതിനെക്കുറിച്ച് വീണ്ടും വീണ്ടും നീ ചിന്തിക്കുമ്പോൾ, ഫൽ ഖൽബു മിൻ ദിക്രിൽ മൗതി ഖായിഫുൻ മുഖ്ലിഖുൻ, ഖൽബിന്റെ അവസ്ഥ എന്തായിരിക്കും? മരണത്തെക്കുറിച്ചുള്ള ഓർമ്മയാൽ ഭയപ്പാട് നിറഞ്ഞ അവസ്ഥയായി മാറും. വലിമാ അമില മിനൽ ഹസനാതി മുഷ്ഫിഖുൻ, നിന്റെ ഖൽബിന്റെ അവസ്ഥ എന്തായിരിക്കും? നീ ചെയ്ത സൽക്കർമ്മങ്ങൾ അല്ലാഹു സ്വീകരിക്കുമോ ഇല്ലയോ എന്നുള്ള അവസ്ഥയിൽ, ആ ഒരു അവസ്ഥയിലായിരിക്കും. ഫലിസ്തിഗ്ഫാറു ശിആറുഹു, അങ്ങനെയുള്ള ആളുകളുടെ അടയാളം എന്താണ്? അവർ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുന്നവരാണ്. വഹുജൂമു ദ്ദലാമി സുറൂറുഹു, രാത്രിയിൽ ആ ഉറക്കം വെച്ച് നിൽക്കുക എന്നുള്ളത്, ഇബാദത്ത് ചെയ്യുക എന്നുള്ളത് അവർക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യമായിരിക്കും. വഹസ്നു ദ്ദന്നി ബില്ലാഹിൽ കരീം ആമാലുഹു വല്ലാഹു വലിയ്യുത് തൗഫീഖ്, അങ്ങനെയുള്ള ആളുകൾക്ക് ഏറ്റവും പ്രതീക്ഷയുള്ള കാര്യം അള്ളാഹുവിനെ കുറിച്ചുള്ള നല്ല ചിന്തയായിരിക്കും. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നത് രാത്രി നിസ്കരിക്കുമ്പോഴാണ്. അഥവാ ഖുർആനിനെ ഏറ്റവും നല്ല രീതിയിൽ ചിന്തിക്കാൻ, നമുക്ക് മനസ്സിലാകാൻ, നമുക്ക് അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളാൻ രാത്രി നിസ്കാരം നമ്മെ സഹായിക്കും, യാതൊരു സംശയമില്ല. എന്നിട്ട് പറയാൻ ഖാല മുഹമ്മദ് ബിൻ ഹുസൈൻ അൽ-ആജിരി റഹിമഹുല്ലാഹ്, അദ്ദേഹം പറയാണ്, ബലഗനി അൻ ശൈഖിൻ മിനൽ മുതഅബ്ബിദീൻ, അള്ളാഹുവിനെ ധാരാളം ഇബാദത്ത് ചെയ്യുന്ന സലഫുകളിൽപ്പെട്ട ഒരാളിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെ തഅലീഖിൽ കാണാം, അത് മാലിക് ബിൻ ദിനാർ ആയിരുന്നു. അന്നഹു കാന ലഹു വിർദുൻ മിനൽ ലൈലി യഖൂമുഹു, അദ്ദേഹം എല്ലാ ദിവസവും രാത്രി സ്ഥിരമായി നിസ്കരിക്കാറുണ്ട്. ഫഫതറ അൻ വിർദിഹി ദാത ലൈലത്തിൻ, ഒരു ദിവസം രാത്രി അദ്ദേഹത്തിന് നിസ്കരിക്കാൻ സാധിച്ചില്ല, നഷ്ടപ്പെട്ടു. ഖാല, അപ്പോൾ അദ്ദേഹം പറയാണ്, ഫൈദാ അന ബിജാരിയത്തിൻ ഖദ് വഖഫത് അലാ റഅസി, അദ്ദേഹം പറയാണ്, അദ്ദേഹം ഉറങ്ങിപ്പോയി, അദ്ദേഹം സ്വപ്നം കാണുകയാണ്, ഒരു പെൺകുട്ടി അദ്ദേഹത്തിന്റെ തലയുടെ ഭാഗത്തായിട്ട് നിൽക്കുന്നുണ്ട്. കാന്ന വജ്ഹഹാ ഖമറുൻ, അവളുടെ മുഖം എന്നുള്ളത് ചന്ദ്രനെ പോലെ പ്രകാശിക്കുന്ന ഭംഗിയുള്ളതാണ്. വബിയദിഹാ റിഖുൻ വഫീഹി മക്തൂബുൻ, അവളുടെ കയ്യിൽ ഒരു പേപ്പർ ഉണ്ട്, പേപ്പർ പോലെ ഒരു ഇതുണ്ട്, അതിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. ഫഖാലത്, അവൾ പറഞ്ഞു, അയ്യുഹ ശൈഖു അതഖറ, ശൈഖ് നിങ്ങളിത് വായിക്കുന്നില്ലേ എന്ന് പറഞ്ഞു. ഖുൽതു നഅം, അദ്ദേഹം പറഞ്ഞു, അതെ ഞാൻ വായിക്കാം. ഖാലത് ഇഖ്റ മാ ഫീ ഹാദാ, അവൾ പറഞ്ഞു, നിങ്ങളിത് വായിച്ചു നോക്കി. ഫഅഖൽതുഹു ഫഖറഅതുഹു ഫഇദാ ഫീഹി, അദ്ദേഹം അത് വാങ്ങിക്കൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? അതിൽ വായിച്ചു. അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു, അൽഹത്ക ലദ്ദതു ലൗമത്തിൻ അൻ ഖൈരി ഐശിൻ മഅൽ ഖൈറാത്തി ഫീ ഗുറഫിൽ ജിനാനി, ഉറക്കത്തിന്റെ ആസ്വാദനം നിന്നെ തെറ്റിച്ചു കളഞ്ഞിരിക്കുകയാണ്. ഏറ്റവും നല്ല ജീവിതത്തിൽ നിന്ന്, അഥവാ ഹൂറിലീങ്ങളോടൊപ്പമുള്ള സ്വർഗത്തിലെ ഏറ്റവും നല്ല ജീവിതത്തിൽ നിന്ന് ഉറക്കത്തിന്റെ ആസ്വാദനം നിന്നെ തെറ്റിച്ചിരിക്കുന്നു. തഈശു മുഖല്ലദൻ ലാ മൗത ഫീഹാ, സ്വർഗത്തിൽ നീ ശാശ്വതമായി ജീവിക്കുന്നവനാണ്, അവിടെ മരണമില്ല. വതൻഅമു ഫിൽ ജിനാനി മഅൽ ഹിസാനി, ഏറ്റവും നല്ല സൗന്ദര്യമുള്ള ഇണകളോടൊപ്പം ആ സ്വർഗത്തിൽ നീ താമസിക്കുന്നതാണ്, ആസ്വദിക്കുന്നതാണ്. തയഖൽ മിൻ മനാമിക ഇന്ന ഖൈറൻ മിനൻ നൗമി തഹജ്ജുദ് ബിൽ ഖുർആനി, നീ നിന്റെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്ക്, ഈ ഉറക്കത്തിനേക്കാളും ഉത്തമമാണ് ഖുർആൻ ഓതിക്കൊണ്ട് നീ രാത്രി നിസ്കരിക്കുക എന്നുള്ളത്. ഖാല മാലിക് ബിൻ ദിനാർ റഹിമഹുല്ലാഹ് പറയാണ്, ഫമാ ദക്കർതുഹാ സാഅതൻ ഇല്ലാ ദഹബ അന്നി അന്നൗം, അത് ഞാൻ ആലോചിക്കുമ്പോൾ എന്റെ ഉറക്കം നീങ്ങാറുണ്ട്, ഞാൻ രാത്രി നിസ്കരിക്കാറുണ്ട്. ഈ സ്വപ്നവുമായി ബന്ധപ്പെട്ടിട്ട് അഹ്ലുസുന്നയുടെ മൻഹജ് എന്താണ്? ആ സ്വപ്നത്തിൽ ബിഷാറത്തോ നിദാറത്തോ, എന്തെങ്കിലും ഒരു നന്മ ചെയ്തതിനെ കുറിച്ചുള്ള സന്തോഷ വാർത്തയോ അല്ലെങ്കിൽ തെറ്റ് ചെയ്തതിനെ കുറിച്ചുള്ള താക്കീതോ ആണെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യും? അത് യഥാർത്ഥ സ്വപ്നമായിട്ട്, അള്ളാഹു കാണിക്കുന്ന സ്വപ്നമായിട്ട് അതിൽ അംഗീകരിക്കും. അതല്ലാത്ത വിഷയത്തിൽ, എന്തെങ്കിലും ഹുക്കുമിന്റെ വിഷയത്തിൽ
ദീനിൽ എന്തെങ്കിലും ഒരു പുതിയ കാര്യം അല്ലെങ്കിൽ പുതിയ ഇബാദത്ത് അല്ലെങ്കിൽ ദീനിന്റെ അടിസ്ഥാന തത്വങ്ങൾക്ക് എതിരായിട്ട് എന്തെങ്കിലും അല്ലെങ്കിൽ അഹ്കാമുകൾ എന്തെങ്കിലും സ്വപ്നങ്ങളിലൂടെ എന്താകില്ല, ഒരാളും കാണിക്കില്ല, ഒരാൾക്കും അള്ളാഹു തആല കാണിക്കില്ല. അള്ളാഹു കാണിക്കുന്ന സ്വപ്നങ്ങളുണ്ട്. അതിൽപ്പെട്ടത് ഒരാൾക്കുള്ള സന്തോഷ വാർത്തയോ അല്ലെങ്കിൽ ഒരാളുടെ തിന്മയെക്കുറിച്ചുള്ള താക്കീതുകളോ ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള സന്തോഷ വാർത്തയായിട്ടുള്ള ഒരു സ്വപ്നമാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇതിന്റെ ആശയം എന്താണ്? ദുനിയാവിലെ ആസ്വാദനങ്ങളിലാണ് നമ്മൾ മുഴുകിപ്പോകുന്നത് എങ്കിൽ അതിനെന്തായാലും അവസാനമുണ്ട്. ദുനിയാവിൽ ഒരാൾ കുറെ ആസ്വദിച്ചു വിചാരിക്കുക, എല്ലാ ആസ്വാദനം ലഭിച്ചു വിചാരിക്കുക, അവനൊരിക്കലും പൂർണ്ണമായി അത് ആസ്വദിക്കാൻ സാധിക്കില്ല. കാരണം അവനെ നഷ്ടപ്പെടുമോ എന്നുള്ള പേടിയോടുകൂടി അല്ലാതെ ഒരു ആസ്വാദനം കിട്ടൂല. അവന് പേടിയുണ്ടാവുമോ നഷ്ടപ്പെടുമല്ലോ എന്നുള്ളത്. എന്നാൽ സ്വർഗം എങ്ങനെയാണ്? സ്വർഗം വർദ്ധിക്കുകയല്ലാതെ അവസാനമില്ലാതെ വർദ്ധിക്കുന്നതാണ്. അപ്പോ ഉറക്കമില്ലാത്ത ഏറ്റവും ആസ്വാദനങ്ങൾ നിറഞ്ഞ ഏറ്റവും ഒരു മനുഷ്യൻ ആഗ്രഹിക്കുന്ന ഏറ്റവും നല്ല അനുഗ്രഹങ്ങൾ അള്ളാഹു ഒരുക്കിയിട്ടുള്ള ആ സ്വർഗത്തിന് വേണ്ടി, അള്ളാഹു ഒരുക്കിയിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് വേണ്ടി ദുനിയാവിലെ ആസ്വാദനങ്ങൾ കുറച്ച് നീക്കിവെച്ച് ആ ബൈത്തിന്റെ അവസാനത്തിൽ പറഞ്ഞതുപോലെ ഇന്ന ഖൈറൻ മിനൻ നൗമി അത്തഹജ്ജുദ് ബിൽ ഖുർആനി, ഉറക്കത്തിനേക്കാൾ ഉത്തമം ഖുർആൻ ഓതിക്കൊണ്ട് ഉറക്കമൊഴിച്ച് കുറച്ച് നിസ്കരിക്കലാണ് ഉറക്കത്തിനേക്കാൾ ഹൈറായിട്ടുള്ളത്. അപ്പൊ അത് നമ്മൾ രാത്രി നിസ്കാരത്തിൽ നമ്മൾ പാലിക്കേണ്ട, ജീവിതത്തിൽ കൊണ്ടുവരേണ്ട കാര്യമാണ്. രാത്രി നിസ്കാരം വളരെ മഹത്തായിട്ടുള്ള അള്ളാഹുലേക്ക് നമ്മെ അടുപ്പിക്കുന്ന ഇബാദത്താണ്. അടുത്ത ബാബ് രാത്രി നിസ്കാരത്തിന്റെ നിയ്യത്ത് വെച്ച് ഒരാൾക്ക് അത് നഷ്ടപ്പെട്ടാൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില അസറുകളും, അതിനുശേഷം രാത്രി നിസ്കാരത്തിന്റെ ഹദ്ദും അതുമായി അതിന്റെ സമയവും ഏതൊക്കെ തരത്തിലാണ് വന്നിട്ടുള്ളതും എഴുന്നേൽക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ നോക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് കാര്യങ്ങൾ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ അമലാക്കാനും നമുക്ക് തൗഫീഖ് നൽകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. وصلى الله على نبينا محمد وعلى آله وأصحابه أجمعين والحمد لله رب العالمين.